ശ്രീമദ് ഭാഗവതം ക്ലാസ് 216. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്കന്ധം 10 ആദ്യ ഭാഗത്തിൽ 14-ാമത്തെ അധ്യായമാണ്. ബ്രഹ്മാവിൻ്റെ കൃഷ്ണസ്തുതിയാണ്. ബ്രഹ്മാവ് കൃഷ്ണൻ ആരാണെന്ന് പരിചയപ്പെടുത്തി തരികയാണ്. നമ്മൾ കഥയിലൂടെ ഇപ്പം കൃഷ്ണ ഒരു കുട്ടിയായിട്ട് ജനിച്ചു എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥത്തിൽ എങ്ങനെ വീക്ഷിക്കണമെന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. എന്താണ് പറയുന്നതെന്ന്, ഒരു സ്തുതി എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരണം മാത്രമാണ്. അല്ലാതെ സ്തുതിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെ അത് ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കെന്തെല്ലോ കിട്ടുമെന്നാണ്. അതൊന്നുമല്ല സ്തുതി. സ്തുതി എന്ന് പറഞ്ഞാൽ ആ സ്തുതിയിലൂടെ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നിൽ ബ്രഹ്മാവ് പറയുകയാണ്, നീലമേഘം പോലെയുള്ള ശരീരം, മിന്നലിനൊത്ത പീതാംബരം, കുന്നിക്കുരു കൊണ്ടുള്ള കർണാഭരണങ്ങൾ, മയിൽപീലിയെല്ലാം ചാർത്തിയിട്ട് പരിലസിക്കുന്ന തിരുമുഖത്തോടുകൂടി പുഷ്പമാലയുണ്ട്, കയ്യിൽ ചോറിൻ്റെ ഉരുളിയുണ്ട്. കാരണം ആ ചോറിൻ്റെ ഉരുളിയും കൊണ്ടാണ് അന്വേഷിക്കാൻ പോയത്. അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ചൂരൽ, അതായത് പശുവിനെ തളിക്കാനുള്ള കമ്പ് കക്ഷത്തുണ്ട്, പിന്നെ ഓടക്കുഴലുണ്ട്. എന്നിവയോടെ മാർദ്ദവമുള്ള പാദങ്ങളാണ്, പാദത്തിന് നല്ല മാർദ്ദവമുള്ള ഗോപകുമാരനായി നിലകൊള്ളുന്ന നിന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. അദ്ദേഹം ആദ്യം അപ്പോൾ കാണപ്പെട്ട ആ രൂപത്തിൽ നമസ്കരിക്കുകയാണ്, എന്നിട്ടാണ് സ്തുതി തുടങ്ങുന്നത്. ഇപ്പോഴുള്ള രൂപം കോടക്കുടലെല്ലാം വിളിച്ചുകൊണ്ടുള്ള ആ രൂപത്തിൽ സ്തുതിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് അനുഗ്രഹമായി തീർന്നു. എന്തുകൊണ്ട്? അങ്ങയുടെ രൂപമെല്ലാം കാണാൻ പറ്റിയല്ലോ, വിശ്വരൂപം പ്രകാശവാനായി. അങ്ങേക്ക് നോക്കാൻ പോലും പറ്റിയില്ല. സ്വഭക്തന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവിർഭവിച്ചവന് അങ്ങയുടെ മുമ്പിലും പ്രകടമായി കൊടുത്തു. അദ്ദേഹത്തിനൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലീലകളെല്ലാം കാണാൻ. എന്നാൽ പിന്നെ എന്നെ പിടിച്ചോന്നും പറഞ്ഞ് ഒരു ലീലയും കാണിച്ചു കൊടുത്തു. അപ്പം ഭക്തന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവിർഭവിച്ചവൻ. എന്നാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ചതല്ലാത്ത ശരീരമുള്ളവനും, അദ്ദേഹത്തെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ച ശരീരമുള്ളവനായിട്ട് കണ്ടുകൂടാ. നമ്മളിപ്പോൾ നേരത്തെ വർണ്ണിച്ചത് കൃഷ്ണൻ പഞ്ചഭൂതങ്ങൾ കുട്ടികളുടെ രൂപത്തിൽ ശരീരം, നമ്മളെപ്പോലെയുള്ള ശരീരം കൊണ്ട് ജനിച്ചാണ്. അങ്ങനെയൊന്നും അദ്ദേഹത്തെ കണ്ടുകൂടാ. അങ്ങയുടെ മഹിമ, അങ്ങനെയുള്ള അങ്ങയെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച ശരീരമായിട്ടൊന്നുമല്ല ഞാൻ കാണുന്നത്. ഏകാഗ്രചിത്തനായ എനിക്ക് പോലും അങ്ങയുടെ ശരിയായ രൂപം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആരാണ് പറയുന്നത്? ബ്രഹ്മാവ്. അങ്ങയുടെ ശരിയായ രൂപം എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. അതായത് ഈശ്വരനെ ബ്രഹ്മാവിനും മനസ്സിലായിട്ടില്ല. അങ്ങനെയുള്ള ബ്രഹ്മാവിനെയാണ് നമ്മൾ ഈശ്വരനായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, ബ്രഹ്മാവല്ല, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ, നമ്മൾ അവരെ പിന്നാലെ നടക്കുന്നത്. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ട്. എനിക്ക് പോലും അങ്ങേരുടെ രൂപത്തെ ശരിക്കും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യം പറയും വേണ്ട. 3 ജ്ഞാനവിഷയത്തിലുള്ള പരിശ്രമം മതിയാക്കി, അതായത് ബുദ്ധിപരമായിട്ട് പരിശ്രമിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏതാണ് ആ ശക്തിയെ? ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് ആ ശക്തിയെ ജ്ഞാനവിഷയത്തിലൂടെയുള്ള പരിശ്രമം മതിയാക്കി. ആധുനിക ശാസ്ത്രജ്ഞന്മാരും സയൻസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് അവസാനം ഇലക്ട്രോൺ പ്രോട്ടോൺ എല്ലാം കണ്ടിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ തോന്നിയപ്പോൾ അവർക്ക് ഒരു പിടിയും കിട്ടാതെ അവരെന്ത് ചെയ്ത് എല്ലാം മതിയാക്കി. അപ്പം അതിലൂടെ നമുക്ക് ആ ഈശ്വരൻ, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ എന്നത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം രൂപവും ഭാവവും ഇല്ല. രൂപവും ഭാവവും ഉണ്ടെങ്കിലല്ലേ ഒന്നിക്ക് മണത്തിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടോ ശബ്ദത്തിലൂടെയോ രുചിച്ച് നക്കി നോക്കിയിട്ടോ എല്ലാം മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ തൊട്ടു നോക്കാൻ. ഒരു രൂപവും ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കുക? നമുക്കതിനുള്ള അവയവമില്ല. ഇപ്പം പൂച്ചക്കല്ല് രാത്രി കണ്ണ് കാണുമെന്ന് പറയുന്നു, നമുക്ക് കാണാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്?
പൂച്ചക്ക് അതിൻ്റെ കണ്ണു കൊടുത്തിട്ടുണ്ട്. അതുപോലെ രൂപവും ഭാവവും ഇല്ലാതെ കാണാനുള്ള കണ്ണൊന്നും നമുക്കുമില്ല, ഒരു ജീവജാലങ്ങൾക്കും ഇല്ല, ബ്രഹ്മാവിനും ഇല്ല. അവൻ പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്ന? ശാസ്ത്രജ്ഞന്മാരെങ്ങനെയാണ് മനസ്സിലാവും? ഒരു ഉപകരണമെല്ലാം ഉണ്ടാണ്ടെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും രൂപത്തിലായിരിക്കണം. അങ്ങനെയുള്ള തന്നെ ലോകത്തിൽ ആർക്കും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഗതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത്രയേ അതിന് അർത്ഥമുള്ളൂ. അപ്പം അവരെ ജ്ഞാനവിഷയത്തിലൂടെയുള്ള പരിശ്രമം മതിയാക്കി സജ്ജനങ്ങളാൽ പ്രകീർത്തിക്കപ്പെട്ട കൃഷ്ണകഥയെ ഉൾക്കൊണ്ട് പിന്നെ ആകെ ഈ കൃഷ്ണകഥയിലൂടെ വിവരിച്ചു തരുന്ന രൂപത്തിൽ മനസ്സ്, വാക്ക്, ശരീരവും എന്നിവയെ അതിനായി അർപ്പിച്ച് ജീവിക്കുന്നുവോ? അങ്ങനെ എന്തു വേണം? നമ്മുടെ മനസ്സിനെ, ശരീരത്തെ എല്ലാം അതിലർപ്പിച്ചിട്ട് അതിനായിട്ട് ജീവിക്കണം. എല്ലാം അതാണ് ഞാനായി മാറിയത്. അപ്പം ഞാൻ എന്നെ സൃഷ്ടിച്ചതും അതിന് കർമ്മം ചെയ്തു കൊടുക്കാനാണ്. അതുകൊണ്ട് മനസ്സും ബുദ്ധിയും ശരീരം എല്ലാം മക്കളുടെ നേരെയോ കുടുംബക്കാരുടെ നേരെയോ ആകരുത്. എപ്പോഴും അതിൻ്റെ നേരെയാക്കിക്കൊണ്ട് അതിൽ അർപ്പിച്ച് ജീവിക്കുന്നുവോ? മൂന്ന് ലോകത്തിലും ആർക്കും ജയിക്കാൻ കഴിയാത്ത ആ ഗതി അവരിൽ അധീനമാകുന്നു. അങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ലോകത്തിലും ആർക്കും സാധിക്കാൻ പറ്റാത്ത, മറ്റൊരു രീതിയിലും സാധിക്കാൻ പറ്റാത്ത കാര്യം അവന് സാധിക്കും. എന്ത് വേണം? ശാസ്ത്ര സയൻസിലൂടെ ഒന്നും കണ്ടുപിടിച്ച് ഗവേഷണത്തിലൂടെ ഒന്നും ഉപകരണമൊന്നും ഉപയോഗിച്ചിട്ട് രൂപമില്ലാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. രൂപം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈശ്വരനെ കാണാമായിരുന്നു. അതിന് രൂപമില്ല. പിന്നെ എങ്ങനെയാണ് കാണുക? നമുക്ക് അതിനുള്ള അവയവവുമില്ല, ഉപകരണങ്ങളും ഇല്ല. പിന്നെ എങ്ങനെയാണ് കാണുക? അത്രയേ അർത്ഥമുള്ളൂ. രൂപമൊന്നും ഇല്ലാത്തൊരു സാധനമാണത്. പക്ഷേ അതെന്ത് വേണം? മനസ്സും ശരീരവും എല്ലാം അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട്, ഭാവനയിൽ അതിനെ കണ്ടുകൊണ്ട്, എന്തോ രൂപവും ഭാവമില്ലാതെ ഒരു സംഖ്യ എന്ന് ശക്തി എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ മറ്റൊരു വഴിയിലും കാണാൻ പറ്റാത്ത ആ സംഗതിയെ നമ്മുടെ അധീനതയിൽ ആക്കാം. എന്നിട്ട് 4 സമസ്ത പുരുഷാർത്ഥങ്ങളുടെയും ഉറവിടമായ ഭഗവത് ഭക്തി ഉറപ്പിച്ച് കേവല ജ്ഞാനം കൊണ്ട് നേടുവാൻ ശ്രമിക്കുന്നു. അത് ഉപേക്ഷിച്ചിട്ട് സമസ്ത പുരുഷാർത്ഥങ്ങളുടെയും ഉറവിടമായ ഭഗവത് ഭക്തി ഉപേക്ഷിച്ചിട്ട് ആ ഒരു മാർഗം, നമ്മൾ അങ്ങനെ ഒരു ശക്തി ഉണ്ട് എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് അതിനായിട്ട് ജീവിക്കുക. അതാണ് ഭക്തി. ഭക്തി എന്ന് പറയുന്നത് കൃഷ്ണനോട് ദൈവമേ എനിക്കതൊക്കെ സാധിക്കാൻ എൻ്റെ കാര്യം ഇത് പറയുന്നൊന്നും അല്ല. ഞാൻ എല്ലാം അങ്ങേക്ക് വേണ്ടി ചെയ്യുന്നു എന്ന നിലയിൽ ചെയ്യുന്നതാണ് ഭക്തി. എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുക. എൻ്റെ കർമ്മങ്ങളും ചിന്തകളെല്ലാം അതിനേക്ക് വേണ്ടിയായിട്ടാവുക. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിനു വേണ്ടി ചെയ്യുന്നു എന്ന നിലയിൽ ചെയ്യുക. അതാണ് ഭക്തി. ആ വഴി ഭക്തിമാർഗം ഉപേക്ഷിച്ചിട്ട് കേവല ജ്ഞാനം കൊണ്ട് നേടുവാൻ ശ്രമിക്കുന്നത്, ബുദ്ധി ഉപയോഗിച്ചിട്ട് നേടിക്കളയാമെന്ന് ധരിക്കുന്നത്, പതിരായ ധാന്യം, പതിരുണ്ടല്ലോ, അതിൻ്റെ അകത്ത് അരി ഉണ്ടാവില്ല. അങ്ങനെ പതിരെടുത്തിട്ട് വലുപ്പമുള്ള പതിര് തന്നെയായിരിക്കും, പക്ഷെ അതിൻ്റെ അകത്ത് അരി ഉണ്ടാവില്ല. ആ പതിരെടുത്തിട്ട് ഇടിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് അരി എടുക്കുന്നതിന് സമാനമാണ്. കിട്ടാൻ പോകുന്നില്ല. അതുമാതിരി സയൻസിലൂടെ നിങ്ങൾക്ക് ആ ഈശ്വരനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതില്ലാതെ കൊണ്ടോ ഒന്നുമല്ല. സയൻസിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രൂപവും ഭാവവും ഇല്ലാതെ ഒരു രൂപമില്ല, ഒരു ഭാവമില്ല, ഒരു ഗുണവും ഇല്ലാതെ ഏത് അവയം പറ്റി, ഏത് ഉപകരണം പറ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ഇമ്പോസിബിളാണ്. സയൻസ് തന്നെ പറയും. സയൻസിന് എന്തെങ്കിലും മനസ്സിലാണെങ്കിൽ രൂപവും ഭാവവും എന്തെങ്കിലും ഗുണങ്ങൾ വേണം. നക്കിയെങ്കിലും നോക്കാൻ, ഇലയെ സ്പർശിച്ചു നോക്കാൻ. ഒന്നുമില്ലാത്ത ഒരു സാധനത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അത്രയേ ഉള്ളൂ ഈശ്വരനർത്ഥം. ഒന്നങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന സാധനം അതാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ സയൻസിൻ്റെ പരിധിയിൽ വരാതാണ്. സയൻസിലോട്ട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിന് നമുക്ക് ഉപകരണമൊന്നും പറ്റി ചെയ്യാൻ പറ്റില്ല. അത് നിഷ്ഫലമാണ്. അത് പതിരില്ലാത്ത, അരിയില്ലാത്ത
ധാന്യപ്പതിരുകളെ എടുത്തിട്ട് ഇടിച്ചിട്ട് അരിയെടുക്കാൻ നോക്കുന്നതിന് സമാനമാണ്. ഇനി 5 സർവവ്യാപിയും നാശമില്ലാത്തവനും അങ്ങയെ അഷ്ടാംഗ യോഗം വെച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് സർവവ്യാപിയും നാശമില്ലാത്തവനായ അങ്ങയെ നമ്മൾ അഷ്ടാംഗ യോഗാഭ്യാസത്തിലൂടെയെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കുറേ കാലം ശ്രമിച്ചിട്ട് നടക്കാതിരിയാൽ, അതായത് യോഗാഭ്യാസം എല്ലാം ചെയ്ത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് സന്യാസിയായിട്ട് പോയിട്ടെല്ലാം കുറേ കാലം നടന്നിട്ട് ഈശ്വരനെ കണ്ടെത്താൻ പറ്റാതെ അവസാനം നിന്തിരുവടിയിൽ അർക്കപ്പെട്ട സർവകർമ്മങ്ങളോടും കൂടിയനായി ഭവിച്ച് അവസാനം അതെല്ലാം ഉപയോഗിച്ച് ആ മാർഗ്ഗമെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യാണ്? അങ്ങേക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എല്ലാ കർമ്മവും അങ്ങേക്കായി ചെയ്തുകൊണ്ട് അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കണം? ബ്രഹ്മസാക്ഷാത്കാരം നിൽക്കാൻ സന്യാസിയായിട്ട് പോകുന്നതിന് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അവർക്ക് കിട്ടൂല്ല. കാരണം അടുത്ത ജന്മത്തിൽ കർമ്മമുണ്ടെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം ഒന്നുമില്ല. നമുക്കറിയില്ലല്ലോ അടുത്ത ജന്മത്തിൽ ഇനി എന്തെങ്കിലും ജോലി ബാക്കിയുണ്ടോ. അപ്പം അവർക്കൊന്നും സന്യാസത്തിലൂടെ ഒന്നും പോകാൻ പറ്റില്ല. പിന്നെ ഏക വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കർമ്മം അങ്ങേർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. ഭാര്യക്കും മക്കൾക്കൊന്നുമുള്ള ചിന്ത അങ്ങ് ആദ്യം കളയുക, കുടുംബങ്ങളെല്ലാം ചിന്ത കളയുക. ചെയ്യുന്നതെല്ലാം അങ്ങേർക്ക്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്നായിരിക്കില്ല, അങ്ങേർക്ക് വേണ്ടിയിട്ട്. കുട്ടികളെ ഉണ്ടാക്കുന്നതും അങ്ങേർക്ക് വേണ്ടിയിട്ട്, എല്ലാം അങ്ങേർക്ക് വേണ്ടിയിട്ട്. കുട്ടികളെ വളർത്തുന്നതും അങ്ങേർക്ക് വേണ്ടിയിട്ട്, ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കുന്നതും അങ്ങേർക്ക് വേണ്ടിയിട്ട്. ആ ഒരു ചിന്തയോടുകൂടി ഭഗവത് കഥകളിലൂടെ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഈ കഥകൾ സഹായിക്കും. ഈ കഥകളിൽ പറയുന്ന തരത്തിൽ കഥകളിലൂടെയാണല്ലോ ഇതും വിവരിച്ചു തരുന്നത്. അപ്പോൾ ഈ ഭഗവത് കഥകളിലെല്ലാം പറയുന്ന ഇതെല്ലാം തന്നെയാണ്. അങ്ങനെ തന്നെ വിശ്വാസം അർപ്പിച്ച് പോയിക്കോ എന്ന് നീങ്ങിക്കഴിഞ്ഞാൽ അനായാസേന ആത്മബോധം ലഭിച്ച് നിന്തിരുവടിയുടെ ഉന്നത പദത്തെ പ്രാപിക്കാം. അപ്പം മറ്റേ യോഗ വഴിയിലൂടെയെല്ലാം പോയിട്ട് ഒന്നും നടക്കാതെ അവസാനം തിരിച്ചു വന്ന് അങ്ങേക്കായിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഭഗവത് കഥകളെയും ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം അങ്ങേത്തെ ഉന്നതമായ പദവി ലഭിക്കും. 6 എങ്കിലും ഗുണാതീതനായി വർത്തിക്കുന്ന നിന്തിരുവടി മഹാത്മ്യം ചിന്തിച്ചുകൊണ്ട് എല്ലാം ഇങ്ങനെയാകാം. ചിലവരുണ്ട് അതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് അന്തർമുഖനായി മറ്റുള്ള കാര്യങ്ങളിലും പുറത്തുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ലാതെ എപ്പോഴും ഉള്ളിൽ തന്നെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് എല്ലാ ഇന്ദ്രിയ വൃത്തികളെയും അകത്തേക്കൊടുക്കി, ഇന്ദ്രിയങ്ങളെയൊന്നും പുറത്ത് കാണിയും വേണ്ട, കേൾക്കുകയും വേണ്ട, മണക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ എപ്പോഴും അന്തരാമിയായി ഇരുന്നു കൊണ്ട് സാക്ഷാത്കാരം ആത്മാവിനെ അന്ധകരണത്തെ ആത്മാവിൽ ലയിപ്പിച്ചു. അന്ധകരണങ്ങളെല്ലാം ഉള്ളിലുള്ള ആത്മാവിൽ തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നാലും അവനും ഈ രഹസ്യം അറിയുവാൻ അർഹനാണ്. ആ കൃഷ്ണൻ എന്ന തത്വത്തെ, ആ പരമപുരുഷനെ അല്ലേ, ആ ശ്രീഹരിയെ അറിയുവാൻ അർഹനാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ള അതും ഈ ലോകത്തിലുള്ള ചുറ്റുമുള്ള എല്ലാം വിട്ടിട്ട് അന്തരാമിയായിട്ട്, അത് തന്നെയാണ് സന്യാസിമാർ ചെയ്യുന്നത്. ഏതെങ്കിലും ഗുഹയിൽ പോയിരുന്നത് നമ്മൾ ഉള്ളിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ, അല്ല യോഗാഭ്യാസം ഒന്നും എടുത്തോണ്ടൊന്നും അത് കായില്ല. അവസാനം തന്നെ ഇങ്ങനെ ഒരു മൂലക്ക് ഇരുന്നിങ്ങനെ ചിന്തിച്ചു. അപ്പം സന്യാസി പോയി ചെയ്യുന്നത് ഈ ഒരു വഴിയാണ്. എവിടെയെങ്കിലും പോയിരുന്ന് ഉള്ളിൽ തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളിലെയും ഉള്ളിലേക്ക് വലിച്ച്, ഒന്നും കാണിയും വേണ്ട, കേൾക്കുകയും വേണ്ട, എല്ലാം ഉള്ളിലേക്ക് വലിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ അർഹത നേടുന്നുണ്ട്. 7 ചിലർ അനേക ജന്മത്തിലൂടെ, ചിലർ കുറേ ജന്മങ്ങളെടുത്ത് ഭൂമിയിലുള്ള എല്ലാ മൺതരികളും തീർക്കുകയും ആകാശത്തിലുള്ള എല്ലാ മഞ്ഞുതുള്ളികളെയും തീർക്കുകയും ചെയ്താലും നമ്മൾ ഒരു ജന്മത്തിൽ അത് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറേ ജന്മങ്ങളെടുത്ത് ഭൂമിയിലെ മൺതരി എത്രയുണ്ടെന്ന്
ആകാശത്തിലെ മഞ്ഞിൻ്റെ തുള്ളികൾ എത്രയുണ്ടെന്ന് എണ്ണിത്തീർക്കാൻ കഴിഞ്ഞാലും നിൻ തിരുവടിയുടെ അവതാരങ്ങളുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുവാൻ കഴിയില്ല. ആ ശക്തി എന്തെല്ലാം ഗുണഗണങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അതാണല്ലോ അവതാരം. അതാണല്ലോ ഈ പ്രപഞ്ചം എന്ന രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്, വിശ്വരൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. അതിലുള്ള ഗുണങ്ങളെ വർണ്ണിക്കാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമില്ല. ഭൂമിയിലുള്ള മൺതരികളെയും മഞ്ഞുതുള്ളികളെയും എണ്ണി തിട്ടപ്പെടുത്താം കുറേ ജന്മം കൊണ്ട്. പക്ഷെ ഇപ്പരിപാടി നടക്കില്ല. ആ ഗുണവിശേഷങ്ങൾ അത്രയും ഗുണവിശേഷങ്ങളായിട്ടാണ് അത് മാറിയിരിക്കുന്നത് പ്രപഞ്ചത്തിൽ. എന്തെല്ലാം ഗുണവിശേഷങ്ങൾ! മനുഷ്യർ തന്നെ എത്ര തരത്തിലാണ് മാറിയിരിക്കുന്നത്. പ്രമോദായിട്ട് മാറിയിട്ടുണ്ട്, വേറെ ആളായിട്ട് മാറിയിട്ടുണ്ട്, മറ്റേതായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാം 10 തരത്തിലാണ്. എല്ലാത്തിൻ്റെ മനുഷ്യരുടെ സ്വഭാവങ്ങൾ തന്നെ 10, മൃഗങ്ങളുടെ സ്വഭാവങ്ങൾ എങ്ങനെ എല്ലാ സ്വഭാവങ്ങളെയും ഒരു ലിസ്റ്റ് എടുത്താൽ എണ്ണിത്തീരാൻ പറ്റില്ല. അത്രയും വ്യത്യസ്ത തരത്തിലാണ് അതെന്ത് ചെയ്തിരിക്കുന്നത്, അവതരിച്ചിരിക്കുന്നത് വിശ്വരൂപമായിട്ട്. ഇനി 8, അതിനാൽ ഭഗവാന്റെ കരുണയാൽ ലഭിക്കുന്ന കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടും, അതുകൊണ്ട് നമ്മൾ അതിനായിട്ട് കർമ്മം ചെയ്യുക, എന്നിട്ട് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അനുഭവിക്കുക. നിൻ തിരുവടിയെ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് യാതൊരാൾ ജീവിക്കുന്നുവോ അവൻ മോക്ഷപദത്തിന് അവകാശിയാണ്. ആർക്കേയുള്ള മോക്ഷം നേടാനുള്ള വഴി എല്ലാ കർമ്മങ്ങളും, നമ്മുടെ ജീവിതത്തിൽ കർമ്മം ചെയ്യാനാണല്ലോ നമ്മൾ ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പം കർമ്മം ചെയ്തു കൊടുത്തേ പറ്റൂ. പെണ്ണുകെട്ടലും കർമ്മം തന്നെയാണ്, പഠിക്കലും കർമ്മം തന്നെയാണ്, കുട്ടികളുണ്ടാക്കലും കർമ്മങ്ങൾ തന്നെയാണ്. അതെല്ലാം ആർക്ക് വേണ്ടി? എന്ത് ചെയ്യുമ്പോഴും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് എല്ലാം അതിനു വേണ്ടി. അതിനൊരു കുട്ടീനെ വേണം, അതുകൊണ്ട് ഞാൻ കുട്ടി ഉണ്ടാക്കി കൊടുക്കുന്നു. എല്ലാം അതിനു വേണ്ടി. അതാണ് നാരായണൻ ചെയ്യുന്നത്. നാരായണൻ എന്ത് ചെയ്താലും നാരായണന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു ശൈലിയിലൂടെ നടക്കുന്ന കാര്യമാണ്. എന്നാലും കുറച്ചൊന്ന് ശ്രമിച്ചു നോക്കാം. അവർക്ക് എന്തുണ്ട്? അവകാശിയായി തീരും. എല്ലേ മായയിലകപ്പെട്ടിട്ട്. എൻ്റെ 9 പറയാണ്, അല്ലയോ സർവശക്തനായ അല്ലയോ പ്രഭോ, എൻ്റെ വിവരക്കേട് നോക്കുക. ബ്രഹ്മാവ് പറയാണ്, എൻ്റെ വിവരക്കേട് നോക്കുക. സർവ്വതിൻ്റെയും കാരണഭൂതനായ മായാവിയായ അങ്ങയുടെ അങ്ങനെയുള്ള മായാവിയായ അങ്ങയെ, അപ്പം നിന്റെ തിരുവടി തന്നെ സർവഭൂതങ്ങളുടെയും കാരണവിശേഷനായ അങ്ങ് മായാലൂടെയാണ് ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ മായാലോകം. അപ്പം അങ്ങയുടെ മായാവിയായ അങ്ങ് നിന്തിലൂടെ. അപ്പം ഏറ്റവും വലിയ മായാവി അതാണ്. പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച മായാവിയാണ്. മായയിലൂടെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള നിന്തിലൂടെ ഞാൻ മായ പ്രയോഗിച്ചു. അങ്ങനെയുള്ള തിരുവടിയുടെ നേരെയാണ് ഞാൻ മായ പ്രയോഗിച്ചത്. എന്തിനു വേണ്ടിയിട്ട്? അങ്ങയുടെ സാമർഥ്യം ഒന്ന് കാണാൻ വേണ്ടി. ഈ പശുക്കുട്ടികളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ ഗോപന്മാരെല്ലാം മുതൽ എങ്ങനെ ഇങ്ങനെ അതിനൊരു പരിഹാരം കണ്ടെത്തും എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു മായ ഞാൻ പ്രയോഗിച്ചു നോക്കിയതാണ്. പക്ഷേ ഞാൻ ശ്രമിച്ചു. അഗ്നിയിൽ ജ്വാല പോലെ അഗ്നിയുടെ നേരെ നമ്മൾ എന്തെങ്കിലും കത്തിച്ചു പിടിച്ചാൽ ഞാൻ എത്ര തുച്ഛനാണ്. അങ്ങനെ തന്നെ ഏറ്റവും വലിയ മായാവിയാണ്. അഗ്നിയുടെ ഇടക്ക് അത് അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ ചെറിയൊരു മായ കാണിക്കാൻ നോക്കുന്നു. ഞാൻ തുച്ഛനാണ്. ആകയാൽ തമോ ഗുണത്തിൽ നിന്നും 10 പറയാണ്, തമോ ഗുണത്തിൽ നിന്നും ഉത്ഭവിച്ചവനും ഞാൻ തമോ ഗുണക്കാരനാണ്. നിൻ തിരുവടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഈശ്വരനെന്നും അഭിമാനിക്കുന്ന നിമിത്തം അല്ല, തമോ ഗുണമല്ല, രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിച്ചവൻ. കാരണം ബ്രഹ്മാവ് ചെയ്യുന്ന എന്താണ്? സൃഷ്ടിയാണ്. അപ്പം സൃഷ്ടി ചെയ്യുക രജോ ഗുണമാണ്. നല്ലൊരു ഉദ്ദേശത്തോടുകൂടി കർമ്മം. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ചിന്തിപ്പനാശയത്തോടുകൂടി. ഇവിടെ വേണമെങ്കിൽ തമോ ഗുണമെന്നും പറയാം. എന്തുകൊണ്ട്? ബ്രഹ്മാവ്
ശ്രീഹരിയുടെ നേരെ ഒരു തലതിരിഞ്ഞ പരിപാടിയാണ് പ്രയോഗിച്ചത്. അത് തമോ ഗുണത്തിൻ്റെ സ്വഭാവമാണ്. പോട്ടെ. നിൻവഴികളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഈശ്വരനായിട്ട് ഞാൻ അഭിമാനിക്കുക നിമിത്തം ഞാൻ നിന്നിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഈശ്വരൻ. എനിക്കറിയാം ഞാൻ ഈശ്വരൻ തന്നെയാണ്, എല്ലാം സർവം ഈശ്വരനാണ്. പക്ഷേ നമ്മളൊന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാം ഈശ്വരൻ. നീ ആരാണ്? ഞാൻ നമ്മളുടെ ഉള്ളിൽ ഈശ്വരനുണ്ടോ? ഈശ്വരനുണ്ട്. പക്ഷെ നമ്മൾ ഈശ്വരനായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. ആ ഈശ്വരൻ വേറെ, ഈശ്വരൻ വേറെ. അതാണ് മായയുടെ കുഴപ്പം. ആ ഈശ്വരൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാമായി മാറിയത്. അപ്പം ഞാനായി മാറിയതും ഈശ്വരൻ തന്നെയാണ്. അതിൽ നമുക്കൊരു തർക്കമില്ല. ആ ശക്തി തന്നെയാണ് നമ്മളായി മാറിയെന്നുള്ള കാര്യത്തിൽ നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. അതിലൊന്നും ഒരു തർക്കമില്ല. അപ്പം ഞാൻ ഈശ്വരനാണോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈശ്വരനാണോ എന്ന് ചോദിച്ചാൽ അതല്ല, അത് വേറെ ഈശ്വരൻ. അതുമായി തന്നെ ഈ ബ്രഹ്മാവിനും എല്ലാം അങ്ങ് തന്നെയാണ്. പക്ഷേ ഞാൻ എന്താ ചിന്തിച്ചു, ഞാൻ അങ്ങിൽ നിന്നും നിൽക്കുന്ന ഒരു ഈശ്വരനായിട്ട് അഭിമാനിക്കുക നിമിത്തം ഭഗവത് മഹിമയെ മനസ്സിലാക്കാനായില്ല. എന്നിട്ടോ സൃഷ്ടികർത്താവെന്ന അഹങ്കാരത്തിൽ കാഴ്ച നശിച്ച്, പിന്നെ ഞാനാണ് എല്ലാം സൃഷ്ടിക്കുന്നത് എന്നുള്ളൊരു ചിന്തയും മായക്ക് അടിമപ്പെട്ടു പോയി. അഹങ്കാരത്തിൽ കാഴ്ച നശിച്ച് എൻ്റെ ഈ കാഴ്ച നശിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള അവിവേകമെല്ലാം കാണിച്ചത്. അതുകൊണ്ട് എൻ്റെ അപരാധത്തെ അങ്ങ് പൊറുക്കണം. അപ്പോൾ അപരാധത്തെ പൊറുക്കാൻ പറയുകയാണ്. എന്തുകൊണ്ട്? ഞാൻ സൃഷ്ടിയെല്ലാം നടത്തുന്നതുകൊണ്ട് ഞാൻ അഹങ്കരിച്ചു പോയി. ഞാനാണ് എല്ലാം, ഞാൻ ഈശ്വരനാണ്. പക്ഷേ അങ്ങയിൽ നിന്ന് വ്യത്യസ്തമായ ഈശ്വരനാണ് എന്ന് സങ്കല്പിച്ചു പോയി. അതാണ് കുഴപ്പം. രണ്ടും വ്യത്യസ്തമായിട്ട് കാണുന്നത്. അങ്ങ് തന്നെയാണ് ഞാൻ, ബ്രഹ്മം തന്നെയാണ് ഈശ്വരന് എന്ന നിലയിൽ അങ്ങേർക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം അങ്ങേരും മായയിലകപ്പെട്ടവയാണ്. നമ്മളെപ്പോലെ തന്നെയാണ് ബ്രഹ്മാവും മായയിലകപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇവരൊന്നും ഈശ്വരന്മാരല്ല. അവരെല്ലാം അവരവരുടെ ഞാൻ എന്ന ചിന്തയും വെച്ച് നടക്കുകയാണ്. അതുകൊണ്ട് അവരുടെ എന്തുകൊണ്ട് പൊറുക്കണം? ഞാൻ രക്ഷിക്കുന്നവനായിരുന്നാലേ ഇവൻ രക്ഷപ്പെടുകയുള്ളൂ എന്ന് കരുതി പൊറുക്കണം. ഞാൻ രക്ഷപ്പെടണ്ടെങ്കിൽ, അതായത് ബ്രഹ്മാവ് രക്ഷപ്പെടണ്ടെങ്കിൽ ഈശ്വരൻ്റെ കൃപയുണ്ടായാലേ പറ്റൂ. അപ്പോൾ ഈശ്വരൻ എന്ത് വിചാരിക്കണം? ഞാൻ രക്ഷപ്പെട്ടാലേ, ഞാൻ രക്ഷിക്കുന്നവനായാൽ ഞാൻ രക്ഷിക്കുന്നവനായാൽ മാത്രമേ, ഞാൻ ബ്രഹ്മാവിനെ രക്ഷിക്കുന്നവനായാൽ മാത്രമേ ബ്രഹ്മാവ് രക്ഷപ്പെടുകയുള്ളൂ. ബ്രഹ്മാവിന് സൃഷ്ടികർമ്മം പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആ തത്വത്തിൻ്റെ അടുത്ത് എന്തായാലും എന്നയുടെ ആവശ്യമുണ്ടല്ലോ, ഞാൻ സൃഷ്ടി നടത്താൻ വേണ്ടേ. അതുകൊണ്ട് എനിക്ക് വിശ്വാസത്തിൽ സൃഷ്ടി നടത്തണ്ടെങ്കിൽ അങ്ങ് എന്നെ രക്ഷിക്കണം. അപ്പം എന്നെ ശപിച്ചിട്ട് സൃഷ്ടി നടത്തണ്ടെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തുളഞ്ഞു പോകും. അതുകൊണ്ട് ആ നിലയിൽ രക്ഷിക്കുന്നവനാണ് എന്ന നിലയിൽ അങ്ങ് എന്നെ രക്ഷിച്ചാലേ ഞാനും രക്ഷപ്പെടുകയുള്ളൂ, എനിക്ക് എൻ്റെ കർമ്മം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കണം. ഇനി 11, പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ എന്നിവയിൽ ആവൃതമായ ബ്രഹ്മാണ്ടത്തിൽ. ഈ ബ്രഹ്മാണ്ടത്തിൽ എന്തിനെ കൊണ്ടാണ്? പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ബ്രഹ്മാണ്ടം. ഈ ബ്രഹ്മാണ്ടത്തിൽ ഞാൻ 7 ഇഞ്ച് മാത്രമേ പൊക്കമുള്ളവനാണ്. ഞാൻ 7 ഇഞ്ച് പൊക്കമേ ഈ ബ്രഹ്മാണ്ടത്തിൽ, ഒരു ചെറിയ 7 ഇഞ്ച് പൊക്കമുള്ള ഈ ഞാൻ എവിടെ നിൽക്കുന്നു? നമ്മൾ എന്നെ നോക്കുക, ഈ പ്രപഞ്ചത്തിൻ്റെ അളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണ് ഉള്ളത്? 7 ഇഞ്ച്. പക്ഷേ ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് ഈശ്വരനല്ല. പിന്നെ ഈശ്വരൻ എന്താണ്? അങ്ങനെ അനേക ബ്രഹ്മാണ്ടങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ ശക്തിവിശേഷത്തിൻ്റെ രോമകൂപമാണ് ഓരോ ബ്രഹ്മാണ്ടത്തിലും ഉള്ളത്. അപ്പോൾ ഒരു ബ്രഹ്മാണ്ടത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ നിൽക്കാനുള്ള സ്ഥലം ആ ശരീരത്തിലുണ്ട്. അത്രയും വലുതാണ് അങ്ങേര്. അങ്ങേരുടെ ഒരു രോമത്തിലാണ്, രോമകൂപത്തിൻ്റെ ഇടക്കാണ് ഒരു ബ്രഹ്മാണ്ടം കിടക്കുന്നത്.
അങ്ങനെയുള്ള ഈശ്വരന്റെ വലിപ്പം എത്രയാണ്? അങ്ങനെയുള്ള നിന്തിരുവടിയുടെ മഹിമ എവിടെ? അങ്ങ് എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു? അപ്പൊ ബ്രഹ്മാവ് എത്രയാണെന്ന് ചിന്തിച്ചോണം. ഈ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ, ഈ അവരുടെ ഭാര്യമാരും പാർവതിയും മറ്റേ അതെല്ലാം ഉണ്ടല്ലോ, ഇവരെല്ലാം നമ്മൾ ആരാധിക്കുന്നത്. ഇവരെല്ലാം ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ആരാധിക്കും. ഈശ്വരൻ എവിടെ കിടക്കുന്നു? ഇവരെല്ലാം എവിടെ കിടക്കുന്നു? അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് തന്നെ ബ്രഹ്മാവ് തന്നെ പറയാണ്, ഞാൻ എവിടെ കിടക്കുന്നു, ഇതിൻ്റെ ഇടക്ക് അങ്ങ് ആ ഈശ്വരൻ്റെ ഇടക്ക്. അപ്പം ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഇതുപോലും മനസ്സിലാക്കാതെയാണ് നമ്മൾ പറയുന്നത് നമുക്ക് എത്രയോ ഈശ്വരന്മാരുണ്ട്, 30 കോടി ഈശ്വരന്മാരുണ്ട്, ഇതല്ല ഈശ്വരന്മാരാണ്. ഇതുപോലും മനസ്സിലാക്കിയിട്ടില്ല. ഭാഗവത പണ്ഡിതന്മാരായിട്ട് പ്രഭാഷണമായിട്ട് നമ്മൾ നടക്കും. പക്ഷേ ഈശ്വരനെ നമുക്ക് രാമായണം വായിച്ചിട്ട് രാമന് സീത എപ്പടി എന്ന് ചോദിക്കുന്ന മാതിരിയുള്ള അവസ്ഥയാണ്. ഇനി 12, ഗർഭത്തിലുള്ള കുട്ടിയുടെ കാൽ അമ്മയുടെ മേലെ പ്രയോഗിച്ചാൽ, ഗർഭപാത്രത്തിൽ കുട്ടി കാലിട്ടിട്ട് ഇടിക്കുമല്ലോ, ആ അപരാധത്തിന് കാര്യമുണ്ടോ? അതൊരു അപരാധമാണോ? ഉണ്ടെന്നും ഇല്ലെന്നും വേണമെങ്കിൽ പറയാമെങ്കിലും ജീവജാലങ്ങൾക്ക് വേണ്ടിക്ക് പറയാം അത് തെറ്റാണ്, അമ്മേൻ്റെ വയറ്റിൽ ഇടിക്കുന്നത് ശരിയല്ല കൊച്ചു. നിനക്കത് ഉണ്ടാകാറുണ്ടോ? കാരണം കൃഷ്ണനത് ഉണ്ടാകാൻ വരാൻ പാടില്ല. കാരണം കൃഷ്ണൻ വിശാലമായി ചിന്തിക്കുന്നവനാണ്. ആ അമ്മയുടെ ഗർഭത്തിൽ 2 കുട്ടി ഉണ്ടെങ്കിൽ ഒരു കുട്ടി കാലോണ്ട് ചേർത്തുമ്പോൾ മറ്റേ കുട്ടിക്ക് പറയാം നീ ആരാടെ ചേർത്തുന്നത് വേണ്ടിക്കിൽ ചിന്തിക്കാം. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ഇത്രയും നിസ്സാരമായ ഒരു കൊച്ചിൻ്റെ കാര്യത്തിൽ അങ്ങേക്ക് അതൊരു അപരമാതമായി തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങയുടെ ഒരു ചെറിയ രോമത്തിൻ്റെ ഒരു മൂല കിടക്കുന്ന കക്ഷി, ആ നിലയിൽ നിസ്സാരമായിട്ട് കളയുക. 3 ലോകവും പ്രളയത്തിൽ ലയിച്ചപ്പോൾ, ഇനി 13 പറയുകയാണ്, 3 ലോകങ്ങളും പ്രളയത്തിൽ ലയിച്ചു. ഭൂമി, സ്വർഗം, പാതാളം എല്ലാം പ്രളയത്തിൽ ബ്രഹ്മത്തിൽ പോയി ലയിച്ചു. ആ നാരായണന്റെ എന്നിട്ടുണ്ടായ നാരായണന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉത്ഭവിച്ചത് എന്ന് പറയുന്നത് പൊളിയൊന്നുമല്ല. എവിടുന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്? നാരായണന്റെ പൊക്കിൾ കൊടിയിൽ നിന്നൊരു താമര വന്നിട്ട് അതിലാണ് ബ്രഹ്മാവ് ഉണ്ടായെന്ന് പറയുന്നതിൽ പൊളിയാക്കണമെന്നില്ല. അതായത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പൊക്കിൾ കൊടിയെല്ലാം ഉണ്ട്, പൊളി തന്നെയാണ്. പക്ഷെ അതിനെ ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഒരു പൊക്കിൾ കൊടിയിൽ നിന്നും ഒരു കുഞ്ഞിങ്ങനെ ജനിച്ചു വരുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു സ്ഥലത്തു നിന്നാണ് ഈ ബ്രഹ്മാവ് പ്രേരക ശക്തി ഉത്ഭവിച്ച് എന്നൊരു ആന്തരിക അർത്ഥത്തിൽ അത് ശരിയാണെന്ന് പറയാം. അങ്ങനെ ശരിയാണെന്ന് പറയുമ്പോഴും എന്താണ് ഇവിടെ പറയുന്നത്? എന്നാൽ ഞാൻ അങ്ങയിൽ നിന്നും ഉത്ഭവിച്ചവനാണ്, അങ്ങയിൽ തന്നെ ഉണ്ടായവനാണല്ലോ, അങ്ങ് തന്നെയല്ലേ ഞാനായിട്ട് മാറിയത്, അല്ലാതെ വല്ല പൊക്കിൾ കുടിയിൽ നിന്ന് കയറി വന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കഥ, ഇതെല്ലാം ഇതിനെ ഈ ബ്രഹ്മാവ് പറയുന്ന കഥയിൽ നമ്മളിങ്ങനെ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ തരത്തിലൊന്നും അത് എടുക്കരുത്. ഒരു നാരായണ വെള്ളത്തിൽ കിടന്നിട്ട് അതിൻ്റെ പൊക്കിൾ കൊടി നിന്ന് താമര വന്ന് ആ താമരേൻ്റെ അകത്ത് ബ്രഹ്മാവ് കയറി വന്ന് എന്നൊന്നും ചിന്തിച്ചൊന്നും പോകരുത്. അവിടെ ശാസ്ത്രീയമായിട്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു സ്ഥലത്ത് ആദ്യം ഒരു പ്രേരക ശക്തി, സൃഷ്ടിക്ക് പ്രേരണ നൽകുന്ന ഒരു ശക്തി ഉത്ഭവിച്ചു. ആ അർത്ഥത്തിലേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ എടുക്കുമ്പോഴും അത് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വന്ന് ആക്കരുത്. ബ്രഹ്മമെന്ന ഒന്ന് നിന്ന് തന്നെയാണ് അത് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും പൊക്കിൽ കൊടി നിന്നൊന്നും എടുക്കണ്ട. ബ്രഹ്മത്തിന് അളവില്ല. പിന്നെ അതിൻ്റെ ഏതിൽ നിന്ന് എങ്ങനെയാ പറയുക? ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ആയി എന്നങ്ങ് ധരിച്ചേക്കുക. അതല്ലേ കുറച്ചും കൂടി ശരിയെന്ന് വയ്ക്കുകയാണ്.
ഇപ്പൊ കഥയിൽ ഇങ്ങനെ പറഞ്ഞതല്ലാതെ നമ്മൾ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലൊന്നും 100% എടുത്തേക്കരുത്. ഇനി 14. നിന്തിരുവടി നാരായണനല്ലയോ? അങ്ങ് നാരായണൻ തന്നെയാണ്. സമസ്ത ജീവജാലങ്ങളുടെയും അന്തരാത്മാവ് അങ്ങ് തന്നെയല്ലേ? അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നാരായണ. ഓ അതെ, നാരായണ അങ്ങ് പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ കിടക്കുന്ന അന്തരാത്മാവിൽ ഇരിക്കുന്നത് ആര് തന്നെയാണ്? ആ നാരായണൻ തന്നെ. ഈ ഉള്ളിൽ കിടക്കുന്നത് നാരായണൻ തന്നെയാണ്. ഇതെങ്ങനെയോ ഒത്തുവരുന്ന. അതേസമയം അങ്ങ് സാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ വ്യാപിച്ചിട്ട് എല്ലാം കണ്ടുകൊണ്ട്, ഈ ഉള്ളിൽ കിടക്കുന്ന എല്ലാം കാണാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങ് എല്ലാം കണ്ടുകൊണ്ടും സാക്ഷിയുമാണ്. പരമാത്മാവിൽ നിന്ന് ഉണ്ടായ കാരണജലത്തിൽ ശയിക്കുകയാൽ നാരായണനായി. പരമാത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നിർഗുണമായ ഒരു ബ്രഹ്മമുണ്ടായിരുന്നു. ബ്രഹ്മത്തിന് ഒരു പ്രപഞ്ചമുണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ ആദ്യം ഒരു പ്ലാൻ ഉണ്ടായി. ആ പ്ലാൻ അനുസരിച്ചാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ പ്ലാനിൽ നിന്ന് ആദ്യം ഒരു പ്രേരക ശക്തി ഉണ്ടായി. അതാണ് കാരണജലമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. കഥയിൽ കാരണജലം എന്ന് പറഞ്ഞു. അങ്ങനെ ജലമായത് കൊണ്ട് നാരായണനായി. ആ ജലത്തിൽ നാരായണൻ ശയിക്കുന്നു. പ്ലാനിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. നമ്മളൊരു വീടിൻ്റെ പ്ലാൻ വരച്ചാൽ പിന്നെ ആ പ്ലാനിനാണ് പ്രേരിപ്പിക്കുന്നത്. ഇന്ന തരത്തിൽ വീടുണ്ടാക്കുക. ആ പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത്. അവർ പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ ഉണ്ടായി. അതാണ് പരമാത്മാവ്. പ്ലാനിൽ നിന്നൊരു പ്രേരക ശക്തി വരുന്നു. അതാണ് അതിൻ്റെ കാരണമായി തീരുന്നത്. എന്താണ് കാരണം? ആ പ്ലാൻ അനുസരിച്ച് ഒരു പ്രപഞ്ചം ഉണ്ടാക്കണം. ആ കാരണം ഒരു ഊർജമായി വരുന്നത് കൊണ്ടാണ് കാരണജലമായി ചിത്രീകരിച്ചത്. അങ്ങനെ ജലമായത് കൊണ്ടാണ് നാരായണൻ എന്ന പേരായത്. യഥാർത്ഥത്തിൽ അത് സത്യമാണോ എന്ന് ബ്രഹ്മാവ് തന്നെ ചോദിക്കുകയാണ്. നിന്തിരുവടിയുടെ തന്നെ അംശം തന്നെ, പക്ഷേ അതും പരമാർത്ഥമല്ല. അങ്ങയുടെ അംശമായിട്ടാണ് ഞാൻ ജനിച്ചത്. ആ കാരണജലത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചതെന്നാണ് പറയുന്നത്. അംശം തന്നെ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതും പരമാർത്ഥമല്ല, മായയാണ്. അതും വെറും മായയാണ്. കാരണം 15 ജഗത്തിൻ്റെ ആധാരണമായ ജലത്തിൽ ശയിക്കുന്നുവെന്നത് വാസ്തവമാണെങ്കിൽ അങ്ങ് ആ കാരണജലത്തിലാണ് ശയിക്കുന്നതെങ്കിൽ അങ്ങയിൽ നിന്നും ഉത്ഭവിച്ച എനിക്ക് അങ്ങയെ അവിടെ കാണാൻ പറ്റണ്ടേ? അത് സത്യമൊന്നുമല്ല. ഇതെല്ലാം കഥയിൽ വെറുതെ തട്ടിവിട്ടതാണ്. ആ രൂപത്തിലൊരു കാരണജലമുണ്ട്. അവിടെ ജലം ഉണ്ടായിരുന്നു. ജലത്തിൻ്റെ അകത്ത് നാരായണൻ കിടന്നിരുന്നു. വയറ്റുന്നൊരു താമര വന്നു എന്നെല്ലാം പറയുന്നതെല്ലാം സത്യമൊന്നും അല്ല. ഇതെല്ലാം കഥയിൽ വെച്ച് സാധാരണക്കാരന് വേണ്ടി അടിച്ചു തട്ടിയതാണ്. അതും പരമാർത്ഥമല്ല. പരമാർത്ഥമായിരുന്നുവെങ്കിൽ ഈ ജനിച്ച ഞാൻ നോക്കുമ്പോൾ എന്തുണ്ട്? ആ താമരയുണ്ട്. ഈ നാരായണൻ്റെ വയറ്റുന്ന് കയറി ഞാൻ ജനിച്ചാണ്. അങ്ങേ അവിടെ കാണണ്ടേ? കണ്ടില്ല. കണ്ടില്ല മാത്രമല്ല, പിന്നെന്താ പറയുന്നത്? എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തപസ് ചെയ്തു. ഞാൻ ആരിൽ നിന്നാണ് വന്നതെന്ന് അറിയാൻ തപസ് ചെയ്തപ്പോൾ ഹൃദയത്തിനുള്ളിൽ നിന്നുമാണ് എനിക്ക് അങ്ങയെ ദർശിക്കാൻ കഴിഞ്ഞത്. എൻ്റെ ഹൃദയത്തിൽ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ അങ്ങയെ കണ്ടത്. അല്ലാതെ തപസ് ചെയ്യുമ്പോൾ എന്നാൽ പിന്നെ നീ പുറത്ത് നോക്കി ഞാനിത് എവിടെ കിടക്കുന്നതെന്ന് കാണിച്ചു തന്നാൽ പോരെ. കാരണജലത്തിലല്ല കാണിച്ചു കൊടുത്തത്. എവിടെയാ കണ്ടത്? ചിന്തിച്ചപ്പോൾ ഉള്ളിലാണ് കണ്ടത്. എല്ലാം കേൾപ്പം ഓ അതെയാ എന്നെ കാണുന്നില്ല, ഏതാ നോക്കിക്കോ, ഞാൻ ദിവ്യ ദൃഷ്ടി വന്നിരിക്കുന്നു, നീ നോക്കിക്കോ, ഞാൻ ഇങ്ങനെ വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെയല്ല ഞാൻ കണ്ടത്. ഞാൻ തപസ് ചെയ്യുമ്പോൾ എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചത് എൻ്റെ ഉള്ളിൽ തെളിയിപ്പിച്ചു തന്നു.
അത് പിന്നെ പുറത്തുണ്ട് എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഇതൊന്നും വാസ്തവമല്ല. ബ്രഹ്മാവ് എന്ന് പറയുകയാണ്. ഈ കഥയെല്ലാം പൊട്ടക്കഥയാണ്. പൊട്ടക്കഥയായിട്ട് അതേപോലെ എടുക്കരുത്. പക്ഷെ അതേസമയം തന്നെ സത്യമല്ല എന്ന് പറയുന്നില്ല. കാരണം എന്തുകൊണ്ട്? അതിലൂടെ വേണം നമ്മൾ ഈശ്വരനെ മനസ്സിലാക്കാൻ. അത് നേരത്തെ പറഞ്ഞിരുന്നു, ഈശ്വരനെ വേറെ കണ്ട ഉപകരണത്തോണ്ടുകൊണ്ടും കണ്ണും മൂക്കും കൊണ്ടൊന്നും കാണാനുള്ള ഒരു സൗകര്യമില്ല. അതിന് രൂപവും ഭാവവും ഇല്ല. ഇങ്ങനെയുള്ള ചില കഥകളിലൂടെ പറയുമ്പോൾ നമ്മളെ മനസ്സിലാണ് തെളിഞ്ഞു വരേണ്ടത്. ഇതെല്ലാം വെച്ചുകൊണ്ട് എന്താണ് ആ രൂപമില്ലാത്തതിൽ നിന്ന് എങ്ങനെ അത് ഉത്ഭവിച്ചു? ആ രൂപമില്ലാതെ അതിൻ്റെ എവിടുന്നോ ഒരു പ്രേരക ശക്തി ഉണ്ടായി. അതാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കുള്ള പ്രേരക ശക്തി. അങ്ങനെ അങ്ങനെ പോകണം. അതിനൊരു കാരണമുണ്ടായിരുന്നു. കഥയിൽ വരുമ്പോൾ കാരണ ജലമായി മാറും. അതൊരു ഊർജ സ്വഭാവമായതുകൊണ്ട് തരക്ക രൂപത്തിലായതുകൊണ്ട് സമുദ്ര രൂപത്തിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് പിന്നെ എന്ത് പറ്റി? അങ്ങനെ ഹൃദയത്തിലെപ്പോൾ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അടുത്ത നിമിഷം മറിഞ്ഞും പോയി. അപ്പം പിന്നെ ഇത് മായയല്ലാതെ പിന്നെ എന്തോന്നാണ്? എന്നിട്ട് 16-17 പറയുകയാണ്, ഈ അവതാരത്തിൽ തന്നെ എന്നിട്ട് ബാഹ്യമായി കാണപ്പെടുന്ന ഈ പ്രപഞ്ചം ഈ അവതാരത്തിൽ, ഇനി ഈ അവതാരത്തിൽ വേറൊരു ഉദാഹരണം പറയുകയാണ്. ബാഹ്യത്തിൽ പ്രത്യക്ഷമായി കാണുന്ന ഈ പ്രപഞ്ചത്തെ അങ്ങ് എന്ത് ചെയ്തിട്ടുണ്ട്? അമ്മയുടെ ഉദരാന്തർഭാഗത്ത് കാട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പുറത്ത് മുഴുവൻ ഇത്രയും വിശാലമായിട്ട് കണ്ണെത്താത്തതിക്കോളം പരന്നു കിടക്കുന്ന ഈ പ്രപഞ്ചത്തെ അങ്ങ് ആരുടെ വായിൽ ഉദരത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്? മകൻ വായി തുറന്നപ്പോൾ ഉദരത്തിൽ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുക? പുറത്തുള്ള പ്രപഞ്ചം മുഴുവൻ അമ്മേൻ്റെ വായിൽ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ഇതെല്ലാം ഭാവനയിലുള്ള വ്യാഖ്യാനങ്ങളാണ്. അല്ലാതെ ഇതൊന്നും അത്തരത്തിൽ എടുക്കരുത്. കഥയിൽ അമ്മേൻ്റെ വായിൽ പ്രപഞ്ചം മുഴുവൻ കണ്ടു. എന്ത് മണ്ടത്തരമാണെന്ന് ആലോചിച്ച് നോക്കി. അത് മായയിൽ തോന്നിക്കുക, ഇങ്ങനെ കാണണം. അപ്പം അതേപോലെയൊന്നും എടുത്തേക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം കാട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ കാണുന്നത് മായയല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. മായയിൽ മാത്രമേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. പുറത്ത് നിൽക്കുന്ന വലിയ അറ്റമില്ലാത്ത സാധനത്തെ അമ്മേൻ്റെ വായിൽ കാണണ്ടെങ്കിൽ അത് മായയാൽ തോന്നുന്ന ഒരു തോന്നൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ വായിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പം ഇതെല്ലാം മായയാണ്, അർത്ഥമില്ലാത്തതാണ്. ആ ശക്തിയെ അങ്ങനെ വായിൻ്റെ അകത്തൊന്നും കാണിക്കാൻ, പ്രപഞ്ചരൂപത്തിലൊന്നും കാണിക്കാനൊന്നും പറ്റില്ല. വിശ്വരൂപമൊന്നും അങ്ങനെ കാണിച്ചു കൊടുക്കാനൊന്നും വായിൻ്റെ അകത്ത് കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് അതൊന്നും ഇല്ല. അത്തരത്തിലൊന്നും എടുത്തേക്കരുത്. ബ്രഹ്മാവാണിത് വന്ന് പറയുന്നത്. ഈ കഥയിൽ നമ്മളിങ്ങനെ പലതും വെച്ച് കാട്ടിയിട്ടുണ്ട്. ആര് നമ്മൾ? ബ്രഹ്മാവും അല്ല. ഇതിനെല്ലാം സൃഷ്ടിച്ച കട്ടിയാരാണ്? വേദവ്യാസൻ. വേദവ്യാസം തട്ടിവിട്ടതാണ് ഓരോ ഭാവനയിൽ. വേദവ്യാസം തന്നെയാണ് ഇത് പറയുന്നത്. ഈ കഥാപാത്രങ്ങളെ കൊണ്ട് അങ്ങേരുണ്ടാക്കിയ കഥാപാത്രങ്ങൾ അത് ഇതല്ല. അതേപോലെ 18 ഇപ്പോൾ എൻ്റെ മുമ്പിലും അന്ന് കാട്ടിത്തന്നുവല്ലോ. ഇപ്പം എൻ്റെ മുമ്പിൽ ഈ പ്രപഞ്ചം മുഴുവൻ കാട്ടിത്തന്നു. അതോ ആദ്യം ഭഗവാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാണുന്ന ഇവരെല്ലാം ഗോപന്മാരും എല്ലാം അനേകം കൃഷ്ണന്മാരായിട്ട് കണ്ടു. അത്രമാത്രമോ? പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ തന്നെ അവിടെ ഇരുന്നിട്ട് ഉപാസിക്കുകയാണ്. ഞാനും മറ്റുള്ള ദേവന്മാരും എല്ലാം കൂടിയിട്ട് അങ്ങേ ഉപാസിക്കുകയാണ്. അതും ഞാൻ കണ്ടു. ഞാൻ അവിടെ നിന്ന് ഉപാസിക്കുന്നു. അതിനാൽ എല്ലാം മായയാണ്. ഏകനായിരിക്കുന്ന ആ ബ്രഹ്മം മാത്രമാണ് സത്യം. അതാണ് അവശേഷിക്കുന്നത്.
അപ്പം ഇതെല്ലാം ചുമ്മാ പറഞ്ഞ് ഭാവനയിൽ ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. അല്ലാതെ ഇതൊന്നും സത്യമായിട്ട് എടുത്തേക്കരുത്. യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ ശക്തിവിശേഷം അതെന്താണെന്ന് നമുക്ക് അറിയില്ല. 19 നിന്തിരുവടിയുടെ യഥാർത്ഥ സ്വരൂപം അറിയാത്തവരെ, അങ്ങനെ ആ ഈശ്വരൻ്റെ യഥാർത്ഥ ഈശ്വരൻ്റെ രൂപം എന്താണ്, അതിന് രൂപവും ഭാവവും ജനിച്ചിട്ടില്ല, അതറിയാത്തവരെ പ്രകൃതിയിൽ സ്ഥിതനായിരിക്കുന്ന നിന്തിരുവടിയെ പോലെയും, നിന്തിരുവടി അതായത് പ്രകൃതിയിൽ സ്ഥിതനായിരിക്കുന്ന നിന്തിരുവടി മായയാൽ എന്തായി തോന്നും, ബ്രഹ്മാവായിട്ടും തോന്നും. മുന്നിൽ നിൽക്കുന്ന നിന്തിരുവടിയായിട്ട്, അതായത് വിഷ്ണുവായിട്ട് കൃഷ്ണനായിട്ടും തോന്നും. രുദ്രനെ പോലെയും എല്ലാം തോന്നും. അതായത് യഥാർത്ഥ ഈശ്വരനെ മനസ്സിലാക്കാൻ കഴിയാത്ത അജ്ഞാനിക്ക് മുന്നിൽ നിൽക്കുന്നത് കൃഷ്ണനാണ്, ബ്രഹ്മാവാണ്, രുദ്രനാണ് എന്നെല്ലാം തോന്നും. അങ്ങനെയാണ് നമ്മൾ ഈശ്വരനെ ഈ രുദ്രനാണ് ഇതെല്ലാമായിട്ട് സങ്കല്പിച്ചിട്ട് ആരാധിക്കുന്നത്. അത് യഥാർത്ഥ രൂപം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അത് തന്നെയാണ് ഇതെല്ലാമായി മാറിയെങ്കിലും, ഇതെല്ലാമായി മാറിയെങ്കിൽ നമ്മളായിട്ട് മാറിയിട്ടുള്ളത് നമ്മൾ ഈശ്വരൻ തന്നെയാണ്. പിന്നെ ബ്രഹ്മാവിനെ പ്രത്യേകിച്ച് വിഷ്ണുവിനൊന്നും ആരാധിക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോലെ തന്നെയാണ് ബ്രഹ്മാവ് വിഷ്ണു എല്ലാം അതായി മാറിയതാണ്. ഇനി 20 ഹേ ഈശ്വര സർവജ്ഞ സൃഷ്ടികർത്താവേ, ദേവന്മാരിലും ഋഷികളിലും മനുഷ്യരിലും പക്ഷിമൃഗാദികളിലും ജീവജാലങ്ങളിലും ജന്മരഹിതനായ ഭഗവാന്റെ ജനനം ദുർമതം നശിപ്പിക്കുന്നതിനും ശിഷ്ടന്മാരുടെ ആഗ്രഹത്തിനും വേണ്ടിയാണ്. അതായത് ആ നിർഗുണമായ ഈശ്വരൻ മനുഷ്യരായും ദേവന്മാരായും ഋഷികളായും പക്ഷിമൃഗാദികളായും എല്ലാം ജനിക്കുന്നത്, ജനനമരണമില്ലാത്ത അത് ഈ അവസ്ഥയിലെല്ലാം വരുന്നത് ഇവിടെയുള്ള അധർമ്മികളെ നശിപ്പിക്കാനും അധർമ്മികളായ രാജാക്കന്മാരെ നശിപ്പിക്കാനും ബാക്കിയുള്ളവർക്ക് സുഖം നൽകുവാൻ വേണ്ടിയാണ്. അപ്പോൾ കൃഷ്ണൻ വരുന്നത് ഇവിടുത്തെ ജീവജാലങ്ങളും പട്ടിയും പൂച്ചയും എല്ലായിട്ടാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 3-ാം ലോക മഹായുദ്ധത്തിൽ, മഹാഭാരത യുദ്ധത്തിൽ അർജുനനായിട്ടോ കൃഷ്ണനായിട്ടോ അല്ല ആരെ നമുക്കെടുക്കാം, അല്ലെങ്കിൽ കൃഷ്ണനായിട്ട് ആരെ എടുക്കാം? വേണമെങ്കിൽ പുട്ടിനെടുക്കാം, പുട്ടിനെ എടുക്കാം. അല്ലെങ്കിൽ വേണ്ടവർക്ക് ട്രംപിനെ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ആരെ വേണമെന്ന് അവരവരുടെ ഭാവനക്കനുസരിച്ച് എടുത്തോളൂ. പക്ഷേ ലോകം പോകുന്നത് ആ ശക്തി തീരുമാനിക്കുന്ന വഴിയിലേ പോകുള്ളൂ. അപ്പം എല്ലാ ജീവജാലങ്ങളുമായിട്ട് അത് തന്നെയാണ് വന്നിരിക്കുന്നത്. വേറെ പ്രത്യേകതയൊന്നുമില്ല. ഈശ്വരൻ നിർഗുണമായിട്ടാണ് എത്തുന്നത്. പിന്നെ ഇവിടെ അധർമ്മികളെല്ലാം ഇല്ലാതാക്കാനായിട്ട് പല രൂപത്തിൽ ഇങ്ങനെ കാലാകാലങ്ങളിൽ മനുഷ്യരും ജീവജാലങ്ങളും പട്ടിയും പൂച്ചയായിട്ടെല്ലാം വരും. ഇനി 21 യോഗമായയെ വികസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ക്രീഡിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ മായാലോകത്തെ വികസിപ്പിച്ച് ഓരോ കാലം കഴിയുന്തോറും ജനങ്ങളും മൃഗങ്ങളും എല്ലാം പെരുകിക്കൊണ്ടുവരികയില്ലേ. അങ്ങനെ ഈ മായാലോകത്തെ വികസിപ്പിച്ച് ക്രീഡിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ലീലാവിവാസം എവിടെ, ഏതു പ്രകാരം, എങ്ങനെ നടപ്പാകും എന്ന് 3 ലോകത്തിലും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ എങ്ങനെയെല്ലാം കൃഷ്ണൻ വരുമെന്ന്, അദ്ദേഹം ക്രീഡ കാണിക്കുമെന്ന് 3 ലോകത്തിലുള്ള ആർക്കും എപ്പോൾ, എവിടെ, എങ്ങനെ, ആരിലൂടെ വരുമെന്നൊന്നും മനസ്സിലാക്കാൻ ആർക്കും പറ്റില്ല. ഇപ്പം ഏത് രൂപത്തിലും വരാം, ചിലപ്പോൾ ഞാനായിട്ടും വരാം, പറയാൻ പറ്റില്ല.
അതുകൊണ്ട് 22 പറയുകയാണ്. കാരണം ഏത് രൂപത്തിൽ എപ്പോൾ എവിടെ വരുവാന്നൊന്നും പറയാൻ പറ്റില്ല. ആരായിട്ടും കേൾക്കുന്ന ഈ ആൾക്കാർ, ഇതെല്ലാം കേൾക്കുന്നവർ അവരുമായിട്ടും വരാം, ആരുമായിട്ടും വരാം. അതൊന്നും ആർക്കും പറയാൻ പറ്റും. 3 ലോകത്തിലും പറയാൻ പറ്റും എവിടെ എങ്ങനെയാണ് വരാൻ പോകുന്നത്. ഓരോ കാലഘട്ടത്തിൽ ഒന്ന് വന്നിട്ട് കുറേ ക്രീഡകൾ കാണിച്ചിട്ട് അങ്ങ് പോകും. അത്ര തന്നെ. എന്തിനു വേണ്ടിയിട്ട്? ലോകത്തെ അധർമ്മികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. ഇനി 22 ആയ യഥാർത്ഥ സ്വരൂപത്തോടും സ്വപ്നതുല്യവും വിപരീത പ്രതിഭാസത്തോടും ദുഃഖത്തിൽ നിന്ന് പിന്നെ ദുഃഖമുണ്ടാക്കുന്നതുമായ ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം എങ്ങനെയാണ്? ആ യഥാർത്ഥമാണ്. യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം ഉണ്ടായി ഇല്ലാതായി അങ്ങനെ അങ്ങനെ കളിക്കുന്നൊരു സാധനമാണ്. അത് സ്വപ്നതുല്യമാണ്. നാളെ ഈ പ്രപഞ്ചം ഇല്ലാതെയാകും. ഇന്ന് നമുക്ക് ഉണ്ട് എല്ലാം സ്ഥിരമാണ് തോന്നുന്നത്, നാളെ ഇല്ലാതായായി. വിപരീത പ്രതിഭാസമാണ്. ഒരു കാലത്ത് കാട്ടുന്നതായിരിക്കില്ല വേറൊരു കാലത്ത്. ഒരു കാലത്തിൽ ഈ അടിമ സമ്പ്രദായം ശരിയായിരുന്നു, വേറൊരു കാലത്ത് വരുമ്പോൾ അത് തെറ്റായി മാറി. അപ്പം വിപരീത പ്രതിഭാസത്തോടും കൂടി പിന്നെ ഒരു ഗുണം മാത്രമേ ഉള്ളൂ സ്ഥായിയായിട്ടുള്ളത്. ഒരു ദുഃഖത്തിൽ നിന്ന് മറ്റൊരു ദുഃഖത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ജീവിച്ചാൽ മനുഷ്യനെപ്പോഴും ദുഃഖമേ ഉള്ളൂ. അതും സത്യമാണ്. സുഖം കിട്ടാൻ എപ്പം കൊന്ന് കിട്ടും. ഒരു വർഷം മുഴുവൻ ഇരുന്ന് പഠിച്ചാൽ റിസൾട്ട് വരുന്ന അന്ന് ഒരു ദിവസം ഒരു സുഖം പാസ്സായാൽ. ഇപ്പം എല്ലാവരും പാസ്സാകണമല്ലോ, തോൽവിയൊന്നുമില്ല. അതുകൊണ്ട് ഒരു വർഷം പാടുപെട്ട് പഠിക്കുന്ന കഷ്ടപ്പാട്, ദാരിദ്ര്യം, ദുഃഖം, ഒരു ദിവസം റിസൾട്ട് വരുമ്പോൾ മാത്രം സുഖം. അത്രയൊന്നും സുഖം. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തുടങ്ങി പഠിക്കുക, അടുത്ത ക്ലാസ് പഠിക്കുന്നത് കഷ്ടപ്പാട്. അതുകൊണ്ട് ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക്. ഈ പ്രപഞ്ചം മായയാൽ ഉണ്ടായതാണെങ്കിലും അത് നാശരഹിതനായ നിന്തിരുവടിയിൽ തന്നെ നിലകൊള്ളുന്നു. പക്ഷേ അതും നിന്നിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അതിൻ്റെ കൺട്രോളെല്ലാം നിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. ഈ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെയും എല്ലാം മൂക്ക് കയറിട്ടിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് മായയിൽ നിലനിൽക്കുന്നത് കൊണ്ട് എന്തുണ്ട്? പരമാത്മാ തത്വത്തെ അറിയുവാൻ കഴിയുന്നില്ല. ഇനി 23 പരമാത്മസ്വരൂപി, ജീവാത്മാവിൻ്റെ സ്വരൂപി, പ്രപഞ്ച സൃഷ്ടിക്ക് നേതൃത്വം കൊടുത്തവൻ, പിന്നെയോ സ്വയം പ്രകാശവാൻ, എല്ലാറ്റിൻ്റെയും കാരണഭൂതൻ, നിർമ്മലൻ, പ്രതിപക്ഷമില്ലാത്തവൻ. അദ്ദേഹത്തിന് ആരും വാദിയുള്ള ആരുമില്ല, ആരോട് ശത്രുതയൊന്നുമില്ല. ദേഹാദി ഇന്ദ്രിയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവൻ ഭവാൻ മാത്രമാണ്. അപ്പം ഈശ്വരൻ മാത്രമെന്തില്ല, പരമാത്മാവാണ്. ജീവാത്മാവിൻ്റെ രൂപത്തിലുമുണ്ട്. പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ളത്, സ്വയം പ്രകാശിക്കുന്നവൻ, എല്ലാത്തിൻ്റെയും കാരണഭൂതൻ, നിർമ്മലനാണ്, നിരന്തരനാണ്, പ്രതിപക്ഷമില്ലാത്തവനാണ്, ദേഹാദി ഇന്ദ്രിയങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുന്നവനാണ്. അങ്ങനെയുള്ള ഒരൊറ്റ കക്ഷിയുള്ള ഈ പ്രപഞ്ചത്തിൽ അത് ആ ശ്രീഹരിയാണ്, ബ്രഹ്മമാണ്. എന്നിട്ട് 24 ഇപ്രകാരമുള്ള ആ നിന്തിരുവടിയെ, ഈ ഗുണങ്ങളുള്ള ആ നിന്തിരുവടിയെ ആദിത്യനിൽ നിന്നും ലഭിച്ച ജ്ഞാനമാകുന്ന കണ്ണുകൊണ്ട് ആത്മസ്വരൂപമായി ആര് കാണുന്നു? ആ സൂര്യനിലൂടെ ആത്മജ്ഞാനം ലഭിക്കണം. ഗ്രഹങ്ങളാണ് നമ്മളുടെ കർമ്മങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. സൂര്യൻ കഴിഞ്ഞാൽ നമുക്ക് ആത്മജ്ഞാനമുണ്ടാകും. അങ്ങനെ ആത്മാവിൽ നമ്മൾ ആത്മാവായിക്കൊണ്ട് അതിനെ ദർശിക്കണം. കാണുന്നുവോ? അവൻ സംസാരമാകുന്ന കടലിനെ മറികടക്കും. സംസാരമാകുന്ന ഇല്ലാത്ത കടലിനെ കടന്നതായി തോന്നും. യഥാർത്ഥത്തിൽ സംസാരം അതും എല്ലാം മായ തന്നെയാണ്. അതിനെ കടന്നതായിട്ട്
തോന്നും. സംസാരമാകുന്നൊരു കടലൊന്നും യഥാർത്ഥത്തിലൊന്നുമില്ല. അതെല്ലാം മായ തന്നെയാണ്, അതിൻ്റെ ലീല വേലകളാണ്, അതിനെ കടന്നതായിട്ട് തോന്നും. ഇനി 25 ആത്മാവിനെ തന്നെ ആത്മസ്വരൂപമായി കാണാൻ കഴിയാത്തവർ ഈ ഉള്ളിലുള്ള ആത്മാവിനെ ഈശ്വരനായി കാണാൻ കഴിയാത്തവർക്ക് സമസ്ത പ്രപഞ്ചം ഉണ്ടായതായി തോന്നും. ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഉള്ളതായിട്ട് തോന്നും. കയറിനെ സർപ്പമായിട്ട് തോന്നുന്നത് പോലെ ആത്മജ്ഞാനത്താൽ ആ ആത്മാനം അകലും. അപ്പോൾ നമ്മൾ ആത്മാവിനെ നമ്മളെ തന്നെ ഈശ്വരനായിട്ട് കാണണം. നമുക്ക് സാധിക്കാതെ അതാണ്. ഈശ്വരൻ നമ്മളുള്ളിൽ തന്നെയാണുള്ളത്, നമ്മൾ തന്നെ ഈശ്വരനാണ്. അത് തിരിച്ചറിയാൻ പറ്റണം. അത് തിരിച്ചറിയാൻ പറ്റാത്തവർക്ക് ഈ പ്രപഞ്ചത്തിലുള്ളതായിട്ട് തോന്നും. കയറിനെ പാമ്പായിട്ട് കാണുന്നത് പോലെ ആ അജ്ഞാനം നശിക്കുമ്പോഴേ എല്ലാത്തെ ബ്രഹ്മമായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. ഇനി 26 പറയുകയാണ്, സംസാരബന്ധവും മോക്ഷവും അജ്ഞാനത്തിൻ്റെ മാത്രം ഭാഗമാണ്. അജ്ഞാനം ഉണ്ടാകുമ്പോൾ സംസാര ദുഃഖം ഉണ്ടാവും, അജ്ഞാനം നീങ്ങുമ്പോൾ മോക്ഷം ലഭിക്കും. ഇത്രയേ ഉള്ളൂ. അദ്വിതീയമായ ആ നിത്യ ചൈതന്യത്തെ ആത്മാവിൽ ദർശിക്കുന്നവൻ, അപ്പം നിത്യചൈതന്യമായ ആ ബ്രഹ്മത്തെ ആത്മാവിൽ ദർശിക്കുന്നവന് സൂര്യനിൽ രാപ്പകലുകൾ പോലെയാണ്. സൂര്യന് രാപ്പകൽ ഉണ്ടാവുമോ? സൂര്യനാണ് രാവും പകലും ഉണ്ടാക്കുന്നത്. സൂര്യൻ നമ്മളെ മുമ്പിൽ വരുമ്പോൾ പകല്, മറിഞ്ഞു കിടക്കുമ്പോൾ രാത്രി. അപ്പോൾ സൂര്യനാണ് പകലും രാത്രി ഉണ്ടാക്കുന്നത്. പക്ഷെ സൂര്യനിൽ പകലും രാത്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യനിൽ പകലും രാത്രിയില്ല. സൂര്യൻ്റെ അടുത്ത് ഒരിക്കലും പകലും രാത്രിയില്ല. സൂര്യനാണ് പകലും രാത്രി ഉണ്ടാക്കുന്നത്. അതുപോലെ ആ പരമാത്മാവാണ് എന്താകുന്നത്, ഈ ഭൗതികമായ വസ്തുക്കളെല്ലാം ഉണ്ട് എന്ന് തോന്നിക്കുന്നതും ഇല്ല എന്ന് തോന്നിക്കുന്നതും യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത് ആ പരമാത്മാവ് മാത്രമാണ്. ഇനി 27 ആത്മാവായ നിന്തിരുവടിയെ ദേഹമായി കരുതി ആത്മാവിനെ പുറമേ അന്വേഷിക്കുന്നത് മൂഢന്മാരാണ്. ആത്മാവായ നിന്തിരുവടിയെ ദേഹമായി, ഈ ശരീരം നമ്മളെല്ലാം ചെയ്യുന്ന അതാണ്, മണ്ടത്തരാണ് കാണിക്കുന്നത്. ഇത് വെറും ശരീരമായിട്ട് കാണും. എന്നിട്ട് ഈശ്വരൻ ആത്മാവാണ്, അത് ഉള്ളിലുണ്ട്. അത് മനസ്സിലാക്കാതെ ഇത് വെറും ശരീരമായിട്ട് കണ്ടിട്ട് ഈശ്വരനെ പുറമേ അന്വേഷിക്കുകയാണ്. ലോകം മുഴുവൻ എല്ലാ ക്ഷേത്രത്തിലും പോയിട്ട് ഈശ്വരനെ തെരഞ്ഞെടുത്ത് അങ്ങനെ തെരഞ്ഞെടുക്കണം. അവരാരാണ്? മൂഢന്മാരാണ്. അത് അറിവ് കേടാണ്. അറിവ് കെട്ടവരും മൂഢന്മാരുമാണ്. നമ്മിലുള്ള ആത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കാതെ പുറത്ത് പോയിട്ട് ഈശ്വരനെ തേടിയിട്ട് കുളിച്ചുരുത്തൊരുങ്ങി നടക്കുന്നത്. അവർ മൂഢരാണ്, അറിവ് കെട്ടവരാണ്. എത്ര പറഞ്ഞാലും മനസ്സിലായി, ഈശ്വരൻ്റെ മുമ്പിലുള്ള പലക തന്നെ എടുത്ത് അടിച്ചു കൊണ്ടുപോകും. ഏറ്റവും ശക്തിയുള്ള ഈശ്വരനാണ്. ആ ഈശ്വരൻ്റെ മുമ്പിലുള്ള പലകകൾ തന്നെ അതേ വിശ്വാസികൾ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോവുക. എന്നിട്ടും അവിടെയാണ് ഈശ്വരൻ, നമ്മളെ ഉള്ളിലാണ് ഈശ്വരനുള്ളത്. ആ ഈശ്വരൻ്റെ ഉള്ളിൽ തിരക്കിയാൽ മതി, വേറെ എവിടെയും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ടോ 28 ജഡശരീരത്തിൻ്റെ, ഇത് ജഡശരീരമാണ്, അന്തർഭാഗത്തുള്ള ആത്മാവിനെ ഒഴിച്ച് മറ്റുള്ള ദേഹേന്ദ്രിയങ്ങളെയെല്ലാം നിഷേധിച്ച് ഉള്ളിലുള്ള ഈശ്വരനെ മാത്രം വിശ്വസിക്കുക. ബാക്കിയുള്ള കാണുന്നതും കേൾക്കുന്നതും എല്ലാം പുറത്തുള്ള പുറവുമായിട്ട് ബന്ധപ്പെടാനാണ് ഈ കണ്ണും മൂക്കും എല്ലാം തന്നിരിക്കുന്നത്. അവയെല്ലാം നിഷേധിച്ചിട്ട് വിവേകികൾ മാത്രം അങ്ങയെ അന്വേഷിച്ചറിയുന്നു.
അങ്ങനെ വിവേകമുള്ളവർക്ക് മാത്രമാണ് അങ്ങയെ മനസ്സിലാക്കാൻ അന്വേഷിച്ച് അറിയുന്നത്. കയറിൽ വിവേകികൾ സർപ്പത്തെ തിരയുമോ? വിവേകമുള്ളവർ ഒരു കയറ് കണ്ടാൽ അതിനെ സർപ്പമാണെന്ന് തെറ്റിദ്ധരിക്കും. അവരെന്ത് ചെയ്യും? ഒരു കയറ് കണ്ട് രാത്രി അത് സർപ്പമാണെന്ന് തോന്നി അവരെന്ത് ചെയ്യും? അത് ശരിക്കൊന്ന് ടോർച്ചെല്ലാം അടിച്ച് നോക്കും, ഇതെന്താ സാധനം. അല്ലാതെ പെട്ടെന്നൊരു തോന്നലുണ്ടാകുമ്പോൾ പിന്നെ അതിനെ അങ്ങ് വിട്ടിട്ട് ഞാൻ ഒരു പാമ്പിനെ കണ്ടെന്നും പറഞ്ഞ് നടക്കുന്ന മാതിരിയാണ് അജ്ഞാനികൾ. 29. അങ്ങയുടെ പ്രസാദം ഏറ്റവർ മാത്രം ഭഗവാന്റെ മഹിയെ അറിയുന്നു. അതായത് അങ്ങേര് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങേരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചിലവർക്കൊന്നും അത് തലയിൽ കയറില്ല. അവരങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങേര് വിചാരിക്കണം എന്നെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാണ്. അവർക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാവരും കയറിയിട്ട് ഈശ്വരനെ അന്വേഷിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെയല്ലാത്തവരെ എത്ര കാലം അന്വേഷിച്ചാലും അറിയാൻ പോകുന്നില്ല. അങ്ങേര് പ്രസാദിച്ചാൽ മാത്രമേ ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എത്ര അന്വേഷിച്ച് കിടന്നാലും അങ്ങനെ നടക്കുകയുള്ളൂ. അതിനാൽ ഈ ബ്രഹ്മാവ് ബ്രഹ്മാവെന്ന ഈ ജന്മത്തിലോ മറ്റേതെങ്കിലും പക്ഷിയോ മൃഗാദികളായ ജന്മത്തിലോ ആ മഹാഭാഗ്യം എനിക്കുണ്ടാക്കി തരണം. അതുകൊണ്ട് ബ്രഹ്മാവ് തന്നെ അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ബ്രഹ്മാവ് തന്നെ പറയുകയാണ്, ഈ ജന്മത്തിൽ ബ്രഹ്മാവെന്ന ജന്മത്തിൽ ഇനി അടുത്ത ജന്മത്തിൽ ഞാൻ പട്ടിയാണോ പൂച്ചയാണോ പക്ഷികളാണോ മൃഗങ്ങളാണോ എന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. അങ്ങനെയാണ് ജനിക്കുന്നത്. ആ ജന്മത്തിലെങ്കിലും എനിക്ക് ആ മഹാഭാഗ്യമൊന്ന് അങ്ങ് തരണം, ഈശ്വരനെ ദർശിക്കുക. അതായത് ബ്രഹ്മാവിന് പോലും ഈശ്വരനെ മനസ്സിലായിട്ടില്ല. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്കൊന്നും ഈശ്വരനെ മനസ്സിലായിട്ടില്ല. അവരെയാണ് നമ്മൾ ഈശ്വരൻ എന്നും പറഞ്ഞുകൊണ്ട് അത് ഇവർ അപേക്ഷിക്കുകയാണ്, എനിക്കൊന്നും അതിനുള്ള അങ്ങയെ മനസ്സിലാക്കാനുള്ള കഴിവുതാണ്. ഇതാണ് നമ്മൾ പറയുന്നത്, നമുക്ക് 30 കോടി ഈശ്വരന്മാരുണ്ട്. ഇതെല്ലാം മൂഢത്വം, അജ്ഞത, അറിവില്ലായ്മ. അതിലൂടെ അങ്ങയുടെ ഭക്തരിൽ ഒരാളായി ഞാൻ അങ്ങയുടെ പാദത്തെ തികച്ചും സേവിക്കട്ടെ. 31 നിൻ തിരുവടിയുടെ ഗോപന്മാരും കുട്ടികളും ആയിട്ട് രൂപം ധരിച്ചപ്പോൾ, നിൻ തിരുവടി ഗോപന്മാരും പശുക്കളും എല്ലായിട്ട് ജനിച്ചല്ലോ, പശുക്കുട്ടികളായിട്ടെല്ലാം ജനിച്ചല്ലോ. എന്നിട്ട് ഏതൊരു മാതാക്കന്മാരുടെ പാലാണോ കുടിച്ചത് അവർ മഹാഭാഗ്യശാലികളെ. ഈ കഥയിലേക്ക് തന്നെ വരികയാണ്. ഇതെല്ലാം മായയാണ്, ഇതൊന്നും യഥാർത്ഥത്തിലില്ല. എന്നാലും കഥയിലോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങ് തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് അവരുടെ കുട്ടികളായിട്ട് ജനിച്ചത്. എന്നിട്ട് കൃഷ്ണൻ തന്നെയാണ് അപ്പോൾ ഇവരുടെ എല്ലാം മുല കുടിക്കുന്നത്. പശു ആയാലും വേണ്ടിയില്ല, എന്തായാലും വേണ്ടിയില്ല. അവരെല്ലാം എത്ര ഭാഗ്യവതികൾ എന്ന് പറയുകയാണ്. അതേസമയം മഹായോഗാദികൾ നടത്തുന്നവർക്കും ഈ സൗഭാഗ്യം കിട്ടാറില്ല. ഇനി 32 എങ്ങും നിറഞ്ഞ പരമബ്രഹ്മമൂർത്തി യാതൊരു ഗോകുലത്തിലെ നിവാസികളുടെ മിത്രമായി ഭവിച്ചു അവർക്കുണ്ടായ ഭാഗ്യം അത്ഭുതകരം തന്നെ. അങ്ങ് അവരുടെ മിത്രമായിട്ട് നടന്നില്ല, അതെല്ലാം വലിയ ഭാഗ്യം തന്നെ. കഥയിലാണ്. 33 ആ ഗോകുലവാസികളും ഭാഗ്യമഹിമയെ വിസ്തരിക്കുക, അവരുടെ ഭാഗ്യത്തിൻ്റെ മഹിമയെ വിസ്തരിക്കുക പ്രയാസമാണ്. അവർക്ക് ലഭിച്ച ആ ഭാഗ്യത്തെ വിസ്തരിക്കുക ഭയങ്കര പ്രയാസമാണ്. ശിവൻ തുടങ്ങി ഞങ്ങളെല്ലാം, ശിവൻ തുടങ്ങി ബ്രഹ്മാവ് പറയാണ്, ശിവൻ തുടങ്ങി ഞങ്ങളെല്ലാം മഹാഭാഗ്യവാന്മാരാണ്. ശിവൻ തുടങ്ങി ഞങ്ങളെല്ലാ ദേവന്മാരും 11 ദേവന്മാർ, പ്രധാനപ്പെട്ട 11 ദേവന്മാരും മഹാഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ട് എന്നാൽ കാരണം അവരുടെ ഓരോ അവയവങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ശിവൻ മുതൽ 11 ദേവതകളാണല്ലോ. അവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഈ പാല് കുടിച്ച ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഇന്ദ്രിയങ്ങളെല്ലാം ആരാണ്? ഈ 11 ദേവന്മാരാണ്. കണ്ണ് ശിവനാണ്, ബുദ്ധി ചിലപ്പോൾ ബൃഹസ്പതിയാണ്, ലിംഗം ചിലപ്പോൾ ശിവനായിരിക്കും. ഇങ്ങനെ ഓരോ അവയവവും
ജ്യോതിഷപ്രകാരം ഓരോതാണ്. അപ്പം ഈ അവയവത്തിലൂടെയാണ് അവർ പാല് കുടിപ്പിച്ചത് കൃഷ്ണനെ. അതിലൂടെ നമ്മൾ ആ സൗഭാഗ്യം നേടിയെന്നാണ് പറയുന്നത്. അത് മനുഷ്യൻ്റെ അവയവങ്ങളിലൂടെയാണ് ശിവനും ബാക്കിയുള്ള എല്ലാവരും സൗഭാഗ്യം നേടിയിരിക്കുന്നത്. അവർക്ക് നേരിട്ട് പറ്റുന്നില്ല. അവർക്ക് നേരിട്ട് പറ്റാത്ത കൊണ്ട് നമ്മളിപ്പോൾ വായ ചന്ദ്രനാണ്, കണ്ണ് സൂര്യനാണ്, ശിവനാണ്, മറ്റേ ഇങ്ങനെ ഓരോ മുഖം ചന്ദ്രനാണ്, ഇങ്ങനെയുള്ള ഓരോ അവയവങ്ങളിലൂടെയാണ് സ്പർശിക്കാനും മുല കൊടുക്കാനും എല്ലാം സാധിച്ചിരിക്കുന്നത്. അതിലൂടെ മനുഷ്യരുടെ അവയവങ്ങളെല്ലാം ഞങ്ങളുടെ നമ്മളാണ്. ഈ ദേവതകളെല്ലാം കൂടിയിട്ടാണ് ഈ ശരീരം, അതായത് ഓരോ ഗ്രഹങ്ങളും ഓരോ ദേവതകളുണ്ട്. ആ ഗ്രഹങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ തല സൂര്യന്, കണ്ണ് സൂര്യന്, ഇങ്ങനെയെല്ലാം വിധിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അവയവങ്ങളിലൂടെയാണ് ഈ ശിവനും ബ്രഹ്മാവിനും വിഷ്ണുവിനും എല്ലാം കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നത്. പാല് കുടിക്കുമ്പോൾ തലോടുക എല്ലാം ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളില്ലെങ്കിൽ ഇവർക്ക് ഈശ്വരനെ സങ്കല്പിക്കാം. നമ്മളെന്ന് പറയുന്ന ഇതേ ഗോപന്മാരെല്ലാം തന്നെ, ആ പശുക്കളും എല്ലാം തന്നെ അവരായതിനെ ഒരു തരത്തിൽ നമ്മളും എല്ലായത് ആ ബ്രഹ്മാവ് തന്നെയാണ്, ഈ ബ്രഹ്മം തന്നെയാണ്. ആ ശക്തി തന്നെയാണ് നമ്മളായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത്, ഞാൻ കാണിയാണെങ്കിൽ, കൃഷ്ണനെ കാണിയാണെങ്കിൽ ശിവൻ എൻ്റെ കണ്ണിലൂട്ടിയാണ് ശിവൻ കാണുന്നത്. കാരണം ശിവൻ, ഈ കണ്ണ് ശിവനാണ്. അപ്പം എൻ്റെ കണ്ണിലൂട്ടിയാണ്. അപ്പം നമ്മളുണ്ടെങ്കിൽ മാത്രമേ, അല്ലാതെ നേരിട്ട് ഇവർക്കൊന്നും ഈശ്വരനായിട്ട് ഒരു ബന്ധവും നടക്കില്ല. അപ്പം മനുഷ്യരാണ് കുറച്ചും കൂടിയും അവരെക്കാട്ടി മുന്നിട്ട് നിൽക്കുന്ന നമ്മളാണ്. ഇനി 34, ഈ മനുഷ്യലോകത്തിൽ വിശേഷിച്ച് ഗോകുലത്തിൽ, അതിലും വിശേഷിച്ച് വൃന്ദാവനത്തിൽ എന്തെങ്കിലും ഒരു ജന്മം ലഭിക്കുന്നത് മഹാഭാഗ്യമാണ്. ഏതാണ് ആ കാലം എന്നറിയാലോ? 3-ാം ലോകമഹായുദ്ധത്തിന് ശേഷം, മഹാഭാരത യുദ്ധത്തിന് ശേഷം ഉണ്ടാവുന്ന സുന്ദരമായ വസുദേവ കുടുംബം. അതാണിവിടെ ഗോകുലമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് കാണാൻ അവസാനം. അപ്പം ആ ഗോകുലത്തിൽ ജനിക്കുക എന്ന് പറയുന്നത്, അത് തന്നെയാണ് പൂന്താനം കലിയുഗത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഴിവുള്ളവർക്കേ പറ്റുള്ളൂ. കാരണം ഭയങ്കര ഭാഗ്യം ലഭിച്ചവർക്കേ പറ്റുള്ളൂ. കാരണം മോക്ഷം ലഭിക്കാനുള്ള ഏറ്റവും നല്ല പരിപാടി കാലം കലിയുഗമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ വസുദേവ കുടുംബത്തിൽ ആ കാലഘട്ടത്തിൽ 3-ാം ലോകമഹായുദ്ധം നടന്നു, മഹാഭാരത യുദ്ധം നടന്നിട്ടുണ്ടാകുന്ന ലോകത്തിൽ ആർക്കെല്ലാം ജീവിക്കാൻ പറ്റുമോ അത് കൃഷ്ണൻ്റെ കാലഘട്ടമാണ്. ആ ഒരു ലോകമാണ് ആ ബ്രഹ്മം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൽ എത്ര പേർക്കുണ്ട്? യുദ്ധത്തിലെല്ലാം ഭൂരിപക്ഷവും ചാവും, പിന്നെ കുറച്ച് പേര് ബാക്കിയാവും. കാരണം അവരുടെ പാതാര രേണുക്കളെയാണല്ലോ വേദങ്ങളാൽ അന്വേഷിക്കുന്നത്. വേദങ്ങളിലൂടെ നമ്മൾ അന്വേഷിച്ച് എത്തുന്നത് ഈ ഒരു ലോകത്തിലേക്കാണ്. വേദം വിഭാവനം ചെയ്യുന്നതും, വേദം പറയുന്നത് ലോകത്തിൻ്റെ അവസാനം സുന്ദരമായൊരു വസുദേവ കുടുംബമുണ്ടാകും. അപ്പം വേദത്തിലൂടെ നമ്മൾ എത്തുന്നതും അവിടത്തേക്ക് തന്നെയാണ്. അപ്പം അവിടെ ജന്മം ലഭിക്കുക എന്നത് വലിയൊരു മഹത്വപൂർണമായ കാര്യമാണ്. അതിനെയാണ് ഗോകുലം, വൃന്ദാവനം എന്നെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. 35, യാതൊരുവരുടെ വീടും ധനവും ബന്ധുക്കളും മക്കളും ശരീരവും പ്രാണനുമെല്ലാം നിൻതിരുവടിക്ക് വേണ്ടിയാവുന്നു. അവിടെ എല്ലാവരുടെയും വീടും ബന്ധുക്കളും സ്വത്തും മക്കളും എല്ലാം രാഷ്ട്രത്തിൻ്റെതാണ്, ആ ശക്തിയുടേതാണ്. യാതൊരുവരുടെ വീടും ധനവും ബന്ധുക്കളും മക്കളും ശരീരവും പ്രാണനുമെല്ലാം നിൻ തിരുവടിക്ക് വേണ്ടിയാവുന്നു. ആ ലോകത്തില് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ
ആ കുടുംബത്തിന് വേണ്ടി, ആ ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്യും. അവരുടെ മക്കളെല്ലാം ആ ലോകത്തിൻ്റെ വസ്തുവാണ്. ചിന്തിക്കുക. വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു തരുന്നത്. ആര്? ഞാനല്ല, വേദവ്യാസൻ. ഞാനിവിടെ അതിൻ്റെ കൂട്ടത്തിൽ. ഇനി ആർക്ക് വേണ്ടിക്കലും ഇങ്ങനെയല്ല എടുത്ത് വ്യാഖ്യാനിച്ച് നോക്കിയാൽ, വ്യാഖ്യാനിക്കാൻ ഇങ്ങനെയല്ലേ വ്യാഖ്യാനിക്കാൻ പറ്റൂ. വരി വായിച്ച് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇത്തരത്തിലേ പറയാൻ പറ്റും. അല്ലാതെ വരിയെല്ലാം വിട്ടിട്ട് ഭാഗവതം തുറന്നിട്ട് ആ ഭാഗവതം അധ്യായം 8 എന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് വായിക്കുമെന്ന് എല്ലാം പറയാം. വരികൾ വായിച്ചിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ആർക്കും ഇതിൽ കൂടുതലൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റും. എന്തായാലും അത് പറയാം. യാതൊരുവൻ്റെ വീടും ധനവും ബന്ധുക്കളും മക്കളും ശരീരനും പ്രാണനുമെല്ലാം നിന്തിരുവടിക്ക് വേണ്ടിയാണ്. നിന്തിരുവടി എന്നതാണ് ഈ ലോകം. ഈ ലോകത്തിന് വേണ്ടിയാണ്. മക്കളെല്ലാം ലോകത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, നമ്മുടെ പേഴ്സണൽ അല്ല. എന്താണ് അതിൻ്റെ അർത്ഥം? അങ്ങനെയുള്ള ഗോകുലവാസികൾക്ക് സർവസ്വരൂപിയായ നിന്തിരുവടിയേക്കാൾ കവിഞ്ഞ വേറെ എന്ത് ഫലമാണ് കിട്ടുക? അപ്പം അവരെല്ലാം ആ ലോകത്തിന് വേണ്ടി, ആ നിന്തിരുവടിക്ക് വേണ്ടി, ആ ശ്രീഹരിക്ക് വേണ്ടിയായിട്ട് നിൽക്കുമ്പോൾ അവർക്ക് ആ ശ്രീഹരിയെയാണ് വേണ്ടത്. ആ ശ്രീഹരിക്ക് തിരിച്ചിങ്ങോട്ട് എന്താണ് കൊടുക്കാൻ പറ്റുക? ഇവർക്കൊന്നും വേണ്ട, ശ്രീഹരിനെ വേണ്ട. പിന്നെ തിരിച്ചെന്താ കൊടുക്കുക? ശ്രീഹരിയെ തന്നെ ഇങ്ങോട്ടേക്ക് കൊടുക്കുക. ഇതാ ഇന്ന് എന്നെ തന്നെ നിങ്ങൾ എടുത്തോന്നും പറഞ്ഞു. അല്ല വേറെ എന്താ കൊടുക്കുക? ചക്കയും മാങ്ങിയെല്ലാം മക്കളെ കൊടുക്കാൻ പറ്റുമോ? ഇതെല്ലാം അവർക്കാണ്. എൻ്റെ അടുത്ത് എന്തെല്ലാം ഉണ്ട് അതെല്ലാം ലോകത്തിനാണ്, രാഷ്ട്രത്തിനാണ്, ആ ശക്തിക്കാണ്, ആ നിന്തിരുവടിക്കാണ്. എങ്കിൽ ആ നിന്തിരുവടി തിരിച്ചെന്ത് ഫലമാണ് നൽകാൻ പോകുന്നത്? കാരണം എല്ലാം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നിന്ന് എടുക്കാൻ പോകുന്നത് എന്നെ തന്നെ അങ്ങ് എടുത്തോ എന്ന് പറയും. അതുകൊണ്ടാണ് പിന്നെ അവരുടെ അടിമകളാണ്, ആ ഭക്തരുടെ അടിമകളാണ് ആര്? ശ്രീഹരി. ഏത് ലോകത്തിലേക്കാണ് സങ്കല്പിച്ചു നോക്കൂ. ഏത് ലോകമാണ് വിഭാവനം ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയുള്ള ഭക്തർക്ക് എല്ലാം അങ്ങേക്കായി സമർപ്പണം ചെയ്യുന്ന, ലോകത്തിനായി രാഷ്ട്രത്തിനായി സമർപ്പണം ചെയ്യുന്ന ഒരു ഭക്തർക്ക് അങ്ങ് എന്ത് പ്രതിഫലമാണ് നൽകുക? എന്തൊരു ഫലമാണ് നൽകുക? അത് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നിട്ട് എന്ത് പറയുന്നു? പൂതന പോലെയുള്ള പൂതനയുടെ എല്ലാ ബന്ധുക്കളും ഒടുവിൽ കുടുംബസമേതം അങ്ങേ പ്രാപിച്ചു. എന്നിട്ട് 36 എത്ര കാലം ജനങ്ങൾ നിന്തിരുവടിയെ സംബന്ധിച്ചവരാകുന്നില്ലയോ? അങ്ങേ ഓർക്കാതെ ജനം എത്ര കാലം കഴിയുന്നു അത്രയും കാലം രാഗദോഷാദികൾ കള്ളന്മാരായി ചുറ്റുമുണ്ടാകും. ആ ശ്രീഹരിയെ ആശ്രയിച്ച് നമ്മൾ നീങ്ങാതടത്തോളം കാലം കള്ളന്മാരും രാഗദോഷാദികളും നാട്ടിലെ രാഗങ്ങളും ദോഷങ്ങളും കുറ്റം പറച്ചിലും തെറിയെറിയും എല്ലാം ആ സമൂഹത്തിലുണ്ടാകും. എല്ലാവരും ആ രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്ന ആ കാലഘട്ടത്തിന് പകരം ആ നിന്തിരുവടിയെ, ആ പ്രപഞ്ചത്തെ, ആ പ്രപഞ്ചശക്തിയെ, പ്രപഞ്ചം തന്നെ ആ പ്രപഞ്ചശക്തിയാണ്, എല്ലാം അതാണ്. ആ ഒരു ചിന്തയിൽ നീങ്ങാതടത്തോളം കാലം രാഗദോഷാദികൾ ചോരന്മാരാകും. അവരുടെ ഭവനങ്ങൾ തടവറകളാകും. വീടുകളെല്ലാം തടവറമാരിയായി മാറും. മോഹം അതിൻ്റെ കാവൽക്കാരായി മാറും. അധികം വ്യാഖ്യാനമൊന്നും വേണ്ട. 37 ഭഗവാൻ പ്രപഞ്ചാതീതനാണെങ്കിലും തന്നെ ശരണം പ്രാപിക്കുന്നവരും വരെ ആനന്ദിപ്പിക്കാൻ ഭൂലോകത്തിൽ പ്രാപഞ്ചികാവസ്ഥയെ അനുകരിക്കുന്നു. അപ്പോൾ ഈ ഭഗവാൻ പ്രപഞ്ചത്തിന് അതീതനാണെങ്കിലും ഇവിടെ നടക്കുന്ന എല്ലാ സംഭവവികാസങ്ങളെയും പിന്നിൽ ആ ശക്തി പ്രേരക ശക്തിയായിട്ടുണ്ട്. അത് കാണാതെ ഈ ലോകത്തിൽ നടക്കുന്ന, അതറിയാതെ ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. 38 ഭാഗവത തത്വം അറിഞ്ഞവരെന്ന് പറയുന്നവരെ അധിക്ഷേപിച്ചിട്ട് എന്ത് കാര്യം? ഭാഗവതമെല്ലാം ഞാൻ പഠിച്ചവനാണ്, നല്ല തത്വം അറിയുന്നവരാണ് എന്ന് പറയുന്നവരെ അധിക്ഷേപിച്ചിട്ട് കാര്യമില്ല. അവരെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ അവരൊരു ചുക്കും അറിയില്ല.
ഞാൻ ഭാഗവത പണ്ഡിതരാണെന്നെല്ലാം പറയും. പക്ഷെ അവർ നമ്മളെ അധിക്ഷേപിക്കാനൊന്നും പോകണ്ട. കാരണം എന്തുകൊണ്ട്? ഞാൻ തന്നെ നിന്തിരുവടിയുടെ മഹിമ എൻ്റെ മനസ്സ്, ശരീരം, വാക്ക് എന്നിവയാൽ വിഷയീഭവിക്കുന്നില്ല. എനിക്ക് തന്നെ ബ്രഹ്മാവ് തന്നെ പറയാണ്, എനിക്ക് തന്നെ അങ്ങേ മനസ്സിലായിട്ടില്ല. പിന്നെ വല്ലവരും ഭാഗവതം പഠിച്ചിട്ട് ഞാനെല്ലാം തികഞ്ഞതാണ്, പണ്ഡിതനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ, ഈശ്വരനെ എല്ലാം മനസ്സിലാക്കിയിട്ട് ഭാഗവതം മനസ്സിലാക്കിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ അധിക്ഷേപിക്കാനൊന്നും പോകണ്ട. കാരണം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. എനിക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നാണ്. ബ്രഹ്മാവിന് പോലും മനസ്സിലായിട്ടില്ല. പിന്നെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആടെന്ന് ഇരുന്ന് പറഞ്ഞു നടക്കട്ടെ. ഈ തരത്തിൽ ഈശ്വരനെ മനസ്സിലാക്കാൻ ഭാഗവത പണ്ഡിതരാണെന്ന് പറഞ്ഞിട്ടും പറയും നമ്മളെ സനാതന ധർമ്മമാണ് ഏറ്റവും നല്ലത്, മറ്റേതെല്ലാം പൊളിയാണ്. നമ്മളെ സനാതന ധർമ്മം മാത്രമേ ഉള്ളൂ, മറ്റേതെല്ലാം പൊളിയാണെന്ന്. എന്ത് മറ്റേ എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കാനാണ് വേദം പറയുന്നത്. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കണം. അങ്ങനെ മറ്റേത് ഇതൊന്നുമില്ല. ആ ചിന്തയുള്ളവന് അങ്ങനെ തോന്നലും ഉണ്ടാവില്ല. സനാതനമായിട്ടുള്ള ധർമ്മം ഏതേ ഉള്ളൂ? സനാതനമായിട്ട് എന്നെന്നും നിലനിൽക്കുന്ന ഏതാണ്? ആ ഈശ്വരൻ. അങ്ങനെയുള്ള ഈശ്വരനെ മനസ്സിലാക്കണം. എല്ലാവരുടെയും ഈശ്വരൻ, ഒരൊറ്റ ഈശ്വരൻ. അതിന് പിന്നെ ഭേദഭാവം പാടില്ല. ഇതാണ് വേദം പറയുന്നത്. ഇനി അതുകൊണ്ട് 39 പറയാണ്, നിന്തിരുവടി എന്നെ പോകുവാനെന്ന് വെച്ചാൽ ഇനി ഞാൻ പോയിക്കോട്ടെ, കുറേ സ്തുതിച്ച് കഴിഞ്ഞു. സർവസാക്ഷിയായ നിന്തിരുവടി എല്ലാം അറിയുന്ന അങ്ങേക്കെല്ലാം അറിയാണ്, പറയേണ്ട കാര്യമൊന്നുമില്ല. ലോകത്തിൻ്റെ നാഥൻ അങ്ങ് മാത്രമാണ്. ഈ ലോകം ഭവാന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് 40 പറയാണ്, യാദവംശമാകുന്ന ചെന്താമരപ്പൂവിന് വികാസമേകുന്ന ആദിത്യമൂർത്തേ. യാദവ വംശം വികസിപ്പിക്കുകയാണ്. അത് വികസിപ്പിച്ചിട്ടാണ് കൃഷ്ണൻ്റെ കാലഘട്ടം എത്തിയിട്ട് അതിനെ വികസിപ്പിച്ചിട്ടാണ് യാദവ വംശം എവിടെ എത്തിക്കാൻ പോകുന്നത്? സുന്ദരമായ ഒരു വസുദേവ കുടുംബത്തിലേക്ക് എത്തിപ്പിക്കാൻ പോകുന്നത്. ലോകത്തെ മുഴുവൻ വികസിപ്പിച്ചിട്ട് വസുദേവ കുടുംബത്തിലേക്ക് എത്തിയാൻ പോവുകയാണ്. മഹാഭാരത യുദ്ധം കഴിയുമ്പോഴേ അത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ മറ്റുള്ള ലോകങ്ങളും എല്ലാം ഇതിലേക്ക് കയറി വരും. യാദവ വംശമാകുന്ന ചെന്താമരപ്പൂവിന് വികാസമേകുന്ന ആദിത്യമൂർത്തിയെ അത് ഏതിലൂടെയാണ് പ്രസ്താവിക്കുന്നത്? കാലമാകുന്ന സൂര്യനിലൂടെയാണ്. ഭൂമി, ദേവന്മാർ, ബ്രാഹ്മണർ, പശുക്കൾ മുതലായവയുടെ മഹാസമുദ്രത്തെ വളർത്തുന്ന പൂർണ്ണചന്ദ്രൻ. അപ്പം സൂര്യനും ചന്ദ്രനും. അധർമ്മമാകുന്ന അന്ധകാരത്തെ അകറ്റുന്ന, ഇവിടുത്തെ അധർമ്മങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്ന ആദിത്യചന്ദ്രവും. ആദിത്യനിലൂടെയും ചന്ദ്രനിലൂടെയും കാലമാകുന്ന ആ മാറ്റത്തിലൂടെയാണ് ഈ അന്ധകാരമെല്ലാം, അധർമ്മത്തെയെല്ലാം ഇല്ലാതാക്കിയിട്ട് അത്തരമൊരു യാദവ വംശത്തെ വികസിപ്പിക്കാൻ പോകുന്നത്. ഭൂമിയിലെ രാക്ഷസരെ ഓടിക്കുന്നവനെ, നീയാണ് ഭൂമിയുടെ രാക്ഷസരെല്ലാം ഓടിക്കാൻ പോകുന്നത്. സൂര്യൻ മുതൽ സകലവർക്കും സംപൂജ്യനായവനെ നിന്തിരുവടിക്ക് നമസ്കാരം. ഇനി 41 ലോകസ്രഷ്ടാവ് ഇപ്രകാരം ശ്രീഹരിയെ, ലോകത്തെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവ് ഇപ്രകാരം ശ്രീഹരിയെ സ്തുതിച്ചിട്ട് 3 വട്ടം വലം വെച്ചിട്ട് തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ചിട്ട് തൻ്റെ സ്ഥലത്തേക്ക് പോയി. 42 ശ്രീകൃഷ്ണൻ ഭഗവാനെ ഇങ്ങനെ പോയതിന് ശേഷം ഗോകുലത്തിലെ തൻ്റെ ഗോക്കളെയും ചങ്ങാതിമാരിയെല്ലാം കൂട്ടിത്തളിച്ച് യമുനാ നദിയുടെ മണൽത്തട്ടിലേക്ക് കൊണ്ടുവന്നു. അവരെല്ലാം തെളിച്ചിട്ട് പിന്നെ ആ മണൽത്തട്ടിലെത്തി. 43 തങ്ങളുടെ ആത്മസ്നേഹിതനായ കൃഷ്ണനെ കൂടാതെ 1 വർഷം കഴിഞ്ഞെങ്കിലും, കൃഷ്ണനെ കാണാതെ അവരെ മയക്കിക്കിടത്തിയിരിക്കുകയായിരുന്നല്ലോ. ആ മയക്കം ഞെട്ടി വരുമ്പോൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷം കാണാതെയുള്ള സങ്കടം ഉണ്ടെങ്കിലും 1 വർഷം കഴിഞ്ഞെങ്കിലും ഭഗവാന്റെ മായാവൈഭവത്താൽ അത് അരനിമിഷമായി വിചാരിച്ചു. കാരണം ഉറങ്ങുമ്പോൾ നമുക്ക് 1 വർഷമോ അരനിമിഷമോ ഒന്നും മനസ്സിലാവില്ല. അത് മായ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് അവർ വിചാരിച്ച് ഉറങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. ഈ 1 വർഷം കഴിഞ്ഞൊന്നും അവർക്ക് മനസ്സിലായില്ല.
ഇനി 44. മായാൽ മോഹിതരായവർ ഈ ലോകത്തിൽ എന്തിനെയെല്ലാം മറക്കുന്നു. അങ്ങനെ മായയിൽ അകപ്പെട്ടവർ ഈ ലോകത്തിൽ പലതും മറക്കുന്നുണ്ടെന്ന് പറയും. ഇവർ മറന്നതിന് വലിയ അത്ഭുതമൊന്നുമില്ല. എന്താണ് ഉദാഹരണം പറയുന്നത്? ലോക ജനത ഭഗവാന്റേതായ മായയിൽ മോഹിതരായിട്ട് ആത്മാവിനെ തന്നെ മറന്നിട്ടാണല്ലോ എല്ലാവരും ജീവിക്കുന്നത്. ഈ ഉള്ളിലുള്ള ആത്മാവ് ഈശ്വരനെ മറന്നിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. എന്നിട്ടാണ് എല്ലാ അമ്പലവും കയറി നടക്കുന്നത്, എവിടെയുണ്ട് ഈശ്വരൻ എന്ന് നോക്കിയിട്ട്. സ്നേഹിതന്മാർ കൃഷ്ണനോട് പറഞ്ഞു 45, നീ വേഗത്തിൽ എത്തിയല്ലോ, സന്തോഷം. നീ വേഗത്തിൽ വന്നു. കാരണം അവർക്ക് ഉറങ്ങിയിട്ട് കഴിയുമ്പോഴേക്ക് നിമിഷന്മാരിയെ തോന്നുള്ളൂ. നീ വേഗത്തിലെത്തിയല്ലോ. ഒരു ഉരുള പോലും കഴിച്ചിട്ടില്ല. പോകുമ്പോൾ ഉരുളിയായിട്ടാണല്ലോ പോയിരുന്നത് അന്വേഷിക്കാൻ. പശുവിനെ ഇവർ ഊണ് കഴിക്കുമ്പോൾ നിങ്ങൾ എടുക്ക്, ഞാൻ പോയി ഇത് വരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. പശുക്കളെല്ലാം കാണാതെ കൂട്ടിക്കൊണ്ടുവരാം. ഒരു ഉരുള കൈമ്പിൽ എടുത്തിട്ടില്ല. അതിപ്പോഴും കൈമ കിടക്കുകയാണ്. വരൂ, ഇവിടെ ഇരിക്കും, സുഖമായി ഊണ് കഴിക്കുക. അതുകൊണ്ട് വന്ന് ഊണ് കഴിക്കുക. 26, ശ്രീകൃഷ്ണൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് കുട്ടികളോട് ഒരുമിച്ചിട്ട് ഭക്ഷണം കഴിച്ച ശേഷം എന്ത് ചെയ്തു? പെരുമാമിൻ്റെ ഒരു ഓർമ്മ അവിടെ കിടക്കുന്നുണ്ടല്ലോ, അതെല്ലാം കാട്ടിക്കൊടുത്ത് രസത്തിൽ അവരെയെല്ലാം രസിപ്പിച്ചിട്ട് പിന്നെ ഗോകുലത്തിലേക്ക് അവരെയും കൂട്ടിയിട്ട് പോയി. ഇനി 47, മൽപ്പീലി, പൂക്കൾ, മൂലാവെല്ലാം തലയെല്ലാം ഭംഗി അലങ്കരിച്ചിട്ടാണ് പുല്ലാങ്കുലെല്ലാം ഊതിക്കൊണ്ട് പശുക്കുട്ടികളുടെ എല്ലാം പേര് വിളിച്ചുകൊണ്ടാണ് അനുചരന്മാരെ പാടി പുകഴ്ത്തിക്കൊണ്ട്, കൃഷ്ണൻ്റെ ഗാഥകളെല്ലാം പാടി പുകഴ്ത്തിക്കൊണ്ട്, കീർത്തനങ്ങളെല്ലാം പാടിക്കൊണ്ട്, ഗോപികമാരുടെ എല്ലാം കണ്ണിന് നയനങ്ങൾക്ക് ആനന്ദം പകർന്നുകൊണ്ട്, ദർശനമേകിക്കൊണ്ട് ഗോകുലത്തിലേക്ക് പ്രവേശിച്ചു. ഇത് 48, യശോദക്ക് ആനന്ദം വളർത്തുന്ന തരത്തിൽ, യശോദക്ക് ആനന്ദം ഉണ്ടാക്കുന്ന തരത്തിൽ അവർ ഒരു പാമ്പിനെ കൊന്ന കാര്യവും ഞങ്ങൾ അവരിൽ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യമെല്ലാം കുട്ടികൾ ഗോകുലത്തിൽ ആ ദേവികയോടെല്ലാം പറഞ്ഞു കൊടുത്തു, യശോദയോടെല്ലാം പറഞ്ഞു കൊടുത്തു. ഇനി 49, രാജാവ്, അന്യൻ്റെ കുട്ടിയായി പിറന്ന കൃഷ്ണനിൽ ഇത്രത്തോളം സ്നേഹം ഗോകുലവാസികൾക്ക് ഉണ്ടായതെങ്ങനെ? അവരുടെ മക്കളിൽ പോലും കൃഷ്ണനോട് തോന്നാത്ത മറ്റുള്ളവരോട് അവരുടെ മക്കളോട് പോലും തോന്നാത്ത സ്നേഹം കൃഷ്ണനോട് എങ്ങനെ ഇവർക്ക് ഇത്ര ഉണ്ടായ? അതാണ് രാജാവിൻ്റെ അടുത്ത ചോദ്യം. സ്വന്തം മക്കളോടില്ലാത്തത്ര സ്നേഹമാണ് കൃഷ്ണനോട്, അന്യൻ്റെ മകനാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃഷ്ണൻ്റെ സ്നേഹം? ആ സംശയം തീർത്തു കൊടുക്കുക. അപ്പോൾ ഇനി അത് തീർക്കുകയാണ്. ശ്രീശുകൻ 50, എല്ലാവരോടൊപ്പം അവരവരുടെ ആത്മാവാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമുക്ക് നമ്മുടെ ആത്മാവാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഞാനെന്ന് പറഞ്ഞാൽ അതാണ് ആത്മാവ്. ഈ ഞാനെന്ന ചിന്ത എവിടെ നിന്ന് വരുന്നതാണ്? ആത്മാവിൽ നിന്ന്. അപ്പം ഞാൻ ആത്മാവാണ്. ഞാൻ കഴിച്ചിട്ടേ ആർക്കെന്തുള്ളൂ, മറ്റെന്തുമുള്ളൂ. സന്താനം, സമ്പത്ത് എന്നിവയെല്ലാം ആത്മപ്രീതിക്ക് ഉതകുന്നതാകയാൽ മാത്രമാണ് ഇഷ്ടമുള്ളതായിത്തീരുന്നത്. അപ്പം ഞാനാണ് ആദ്യം. ഞാനാകുമ്പോഴാണ് എൻ്റെ കുട്ടികൾ, എൻ്റെ ഭാര്യ, എൻ്റെ സ്വത്ത്, ഇത് ഈ ജോലി എന്നാണ് ചിന്ത വരുന്നത്. അപ്പം ഞാനുണ്ടെങ്കിൽ ഇതിനോടെല്ലാം താല്പര്യമില്ല. എനിക്കിഷ്ടമുള്ളത്, എനിക്കിഷ്ടമില്ലാത്തത്. അപ്പം ഏറ്റവും ഇഷ്ടം ആരോട് തന്നെയാണ്? ഈ ആത്മാവോടാണ്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള മക്കളോടെല്ലാം ഉള്ളത്. അതൊരു വശം. അതിനാൽ 51 പറയാം, പ്രാണികൾ തൻ്റെ ശരീരത്തോടെ എത്രമാത്രം പ്രേമമുണ്ടോ അത്രയും മകൻ പുത്രനോട് ഒന്നും ഉണ്ടാകാറില്ല. പ്രാണികൾ എന്ന് പറഞ്ഞാൽ അധികം ചിന്തിക്കാൻ കഴിവില്ലാത്തവർ, ജീവജാലങ്ങൾ, പട്ടി, പൂച്ചായാലും പോലെയുള്ള മനുഷ്യർ. അവർ ശരീരത്തെയാണ് ഞാനായിട്ട് കാണുന്നത്. ഈ ശരീരത്തെയാണ് ആത്മാവായിട്ട് ഞാനായിട്ട് കാണുന്നത്. അപ്പോൾ ഈ നമ്മളെ കഴിച്ചിട്ടേ ഉള്ളൂ മക്കളെ കാര്യം അവിടെയും വരുന്നുള്ളൂ. ഇനി 52, ദേഹത്തെ ആത്മാവായി കാണുന്നവര് ദേഹത്തെക്കാളും സ്നേഹം മറ്റൊന്നിനോടും ഉണ്ടാവില്ല. ദേഹത്തെ ആത്മാവായി കാണുന്നവർക്ക് ദേഹമാണ് ആത്മാവ്. അപ്പോൾ ആ നിലയിൽ ചിന്തിച്ചാലും ആ ശരീരം അല്ലെങ്കിൽ ദേഹം, ആ ആത്മാവ് കഴിച്ചിട്ടേ ബാക്കി മക്കളെല്ലാം
വരുന്നുള്ളൂ, രണ്ടാം സ്ഥാനത്തേ വരുന്നുള്ളൂ. ദേഹം എൻ്റേത് എന്ന ബോധത്തിന് കാരണമായവരും ദേഹം ആത്മാവിനെ പോലെ പ്രിയങ്കരമാകില്ല. ഇനി ആത്മാവ് വേറെ ശരീരം വേറെ ആയിട്ട് കാണുന്നവർ, ആത്മാവുള്ളിലുണ്ട്, ശരീരം വേറെ. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്ന സാധാരണ ജനങ്ങൾ ഏതിനാണ്? ശരീരത്തിനാണ്. നമ്മളെല്ലാം ശരീരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നവരാണെങ്കിൽ പോലും ഉള്ളിലുള്ള ആത്മാവിനെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, അല്ല ശരീരത്തെയല്ല. കാരണം നമ്മൾ വയസ്സാം കാലത്ത് ശരീരമെല്ലാം സൃഷ്ടിച്ച് എണീച്ച് നടക്കാൻ പറ്റാതെ ആകെ രോഗം പിടിച്ച് മുഴുവൻ പുണ്ണുമെല്ലാം പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും നമ്മൾ മരണത്തെ ഭയക്കുന്നു. അപ്പം ഈ ശരീരത്തെ അല്ല അവിടെ ഇഷ്ടപ്പെടുന്നത്, ഞാൻ എന്ന ഉള്ളിലുള്ള ആത്മാവിനെയാണ്. അല്ലാതെ ഈ തൊലഞ്ഞു കിടക്കുന്ന ഒന്നിനും ഉപയോഗിക്കപ്പെടാത്ത, കട്ടുമ്പം നിന്ന് പോലും എണീക്കാൻ പറ്റാത്ത ഈ ശരീരത്തെ എല്ലാം അവിടെ മരണസമയത്ത് മരിക്കരുത് എന്ന് ചിന്തിക്കുന്നത് ആരെയാണ്? ഉള്ളിലുള്ള ആത്മാവിനെയാണ്. അപ്പം അവർ അറിയാതെ തന്നെ അവർ പ്രാധാന്യം കൊടുക്കുന്ന ശരീരത്തെപ്പറ്റി ചിന്തിക്കുന്നവരാണെങ്കിൽ പോലും അവരറിയാതെ തന്നെ അവർ ഞാനായിട്ട് കാണുന്നത് ഉള്ളിലുള്ള ആത്മാവിനെയാണ്. ആ ആത്മാവ് കഴിച്ചിട്ടേ ഏതൊരു വ്യക്തിക്കും മറ്റുള്ള മക്കള്, സ്വത്ത്, ഇതിലെല്ലാം ചിന്തയുള്ളൂ. അതുകൊണ്ട് പറയുന്നു, അതിനാൽ ശരീരത്തിലെ ആത്മാവിനെയാണ് അധികം പ്രിയങ്കരം. എല്ലാവർക്കും ഏത് നിലയിൽ ചിന്തിച്ചാലും ശരീരത്തിലെ ആത്മാവിനെയാണ് എല്ലാവർക്കും പ്രിയങ്കരം. ചരാചരങ്ങളെല്ലാം, ഈ ജീവജാലങ്ങളെല്ലാം അതിൻ്റെ പ്രതീകങ്ങളാകുന്നു. ഈ ശരീരമെല്ലാം അതിൻ്റെ പ്രതീകമാകുന്നു. അപ്പം ഞാൻ ശരീരത്തെ ഞാനായി കാണുന്നവരായാലും ആത്മാവിനെ ഞാനായി കാണുന്നവരായാലും ആത്മാവിനെ കാണുന്നവരായാലും ആർക്കായാലും നമ്മളെ കഴിച്ചിട്ടേ ഉള്ളൂ. ആ നമ്മളെന്ന് പറയുന്നത് ശരീരമാണോ ആത്മാവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവ് തന്നെയാണ്. എന്തുകൊണ്ട്? ഈ ശരീരമെല്ലാം എണീച്ചടക്കാൻ പറ്റാത്ത ദുഷിച്ചു കിടക്കുമ്പോഴും നമ്മൾ മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഏതിനെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്ന? ഉള്ളിലുള്ള ഞാനെന്ന ആ ചിന്തയെ. അത് തുടർന്ന് വരുന്നത് എവിടെ നിന്നാണ്? ആത്മാവിൽ നിന്നാണ്. അപ്പം എല്ലാ ജീവജാലങ്ങൾക്കും ആത്മാവിനെയാണ് പ്രാധാന്യം. ഇനി 55 കൃഷ്ണനാകട്ടെ എല്ലാവരുടെയും ആത്മാവായി കാണുക. അപ്പം ഈ കൃഷ്ണനെ ആരായിട്ട് കാണുന്നത്? കുട്ടിയായിട്ട് കാണരുത്. ഈ കൃഷ്ണൻ എല്ലാവരുടെയും ആത്മാവാണ്. അപ്പം കഥയിൽ പറയുന്നത് കൃഷ്ണനായിട്ട് കഥാപാത്രമായി അവതരിപ്പിച്ചെങ്കിലും ഇത് നിങ്ങളിലുള്ള ഉള്ളിലുള്ള ആത്മാവിനെയാണ് അവിടെ. അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ മഹാഭാരത യുദ്ധത്തിൽ ദുര്യോധനും കൃഷ്ണനും അല്ലാണെങ്കിൽ മൂന്നാം ലോക മഹായുദ്ധത്തിൽ പുട്ടിൻ്റെയോ ട്രംപിൻ്റെയോ ഉള്ളിലുള്ള ആത്മാവിനെ കൃഷ്ണനായിട്ട് കാണുക. കഥയെല്ലാം പിന്നെ അതിനനുസരിച്ച് ചിന്തിച്ചു കൊടുക്കുക. അപ്പം നമ്മളും നമ്മളെ ഉള്ളിലെ ആത്മാവാണ് കൃഷ്ണൻ. അല്ലാതെ പുറത്ത് ഇതെല്ലാം കഥയിൽ വെച്ച് കാച്ചിയതാണ്. ഇതാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് കൃഷ്ണനാകട്ടെ എല്ലാവരുടെയും ആത്മാവായി കണ്ടുകൊള്ളുക. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പോയില്ല. ആത്മാവിനെ ഇഷ്ടപ്പെടുന്ന കൃഷ്ണനെ ഇഷ്ടപ്പെട്ടതിൻ്റെ ശേഷമുള്ള ബാക്കിയുള്ള മക്കളുടെ കാര്യം വരുന്നുള്ളൂ. അവിടുന്ന് മായ ദേഹമുള്ളവനെ പോലെ ശോഭിക്കുന്നു. ഇനി 56 ലോകത്തിലെ ശ്രീകൃഷ്ണ പരമാത്മാവിനെ അറിയുന്നവർക്ക് പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ശ്രീകൃഷ്ണനായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. എല്ലാം ശ്രീകൃഷ്ണനാണ്. കാരണം അതാണ് എല്ലാമായിട്ട്, അതായത് ശ്രീകൃഷ്ണനെന്നും ചിന്തിക്കേണ്ട, പരമാത്മാവായിട്ട് കാണാൻ പറ്റും. ഇനി 57 എല്ലാ പദാർത്ഥങ്ങളുടെയും സ്വരൂപം അതായി തീരുന്നതിന് ഒരു കാരണമുണ്ട്. ഓരോ വസ്തുവിനും ഓരോ രൂപം കിട്ടും. തെങ്ങിന് തെങ്ങിൻ്റെ രൂപം,
മാവിന് മാവിൻ്റെ രൂപം, നമുക്ക് നമ്മുടെ രൂപം, അതെല്ലാം കിട്ടുന്നതിന് അതിൻ്റെ ആവശ്യകത അനുസരിച്ചാണ് ആ രൂപം എല്ലാം കിട്ടുന്നത്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം ആരിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? ആ കാരണമാകട്ടെ ശ്രീകൃഷ്ണനാണ്, ആ പരമ്പൊരുളാണ്, അല്ലെങ്കിൽ ശ്രീഹരിയാണ്. ആ ശ്രീഹരി തീരുമാനിക്കുന്നതനുസരിച്ചാണ് എന്ത് കർമ്മം ചെയ്യാനാണോ അതിനനുസരിച്ചിട്ടുള്ള രൂപങ്ങളായിട്ട് അത് മാറുന്നത്. അതുകൊണ്ട് അതിൻ്റെ കാരണവും അതാണ്, അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ശ്രീകൃഷ്ണനല്ലാതെ വേറൊന്നും തന്നെ ഇല്ല. ഇനി 58 പുണ്യകീർത്തിമാനും ബ്രഹ്മസ്വരൂപനും ചെന്താമരക്കൊത്ത തൃപ്പാദമുള്ള ആ കാലിൽ യാതൊരാൾ ആശ്രയിക്കുന്നുവോ, ആ കാലിനെ ആശ്രയിക്കുന്ന, ആ പാദത്തെ പിന്തുടരുന്നവർക്ക് സംസാര സാഗരം എങ്ങനെ മറികടക്കാം? ഒരു ചാല് പോലെ മറികടക്കാൻ പറ്റും. സാധാരണ ഒരു വെള്ളം ഒഴുകുന്ന ഒരു ചാല് പോലെ സംസാര സാഗരത്തെ മറികടക്കാൻ പറ്റും. അവരുടെ സ്ഥാനം വൈകുണ്ഠത്തിലായിരിക്കും. ദുഃഖങ്ങളുടെ ഇരിപ്പിടമായ സംസാരമുണ്ടല്ലോ, അത് അവർക്കില്ല. അവർക്ക് ദുഃഖങ്ങളും കഷ്ടപ്പാടും സുഖമില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. എല്ലാം ആ ഈശ്വരൻ്റെ ലീലയായിട്ട് കാണും. ഇനി 59 5 വയസ്സ് വരെയുള്ള കൗമാരദശയിൽ ചെയ്യപ്പെട്ടതും, 5 വയസ്സ് വരെയുള്ള കൗമാരദശയിൽ, അതായത് 5ാം വയസ്സിൽ ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് 6 അതാണ് കൗമാരദശ. 6 തൊട്ട് 10 വരെയുള്ള കാലഘട്ടത്തിനാണ് വരുന്ന പൗഷണ്ഡദശ. ആ ദശയിൽ എത്തിയപ്പോഴാണ് ബാലഗോപാലന്മാർ ഗോകുലത്തിൽ പ്രവേശിച്ച്, അപ്പോഴുള്ള ഗോകുലത്തിൽ പ്രവേശിച്ചിട്ട് പറയേണ്ട എല്ലാം പറഞ്ഞത്. അപ്പോൾ ചോദ്യത്തിനുള്ള ഉത്തരമെല്ലാമായി. കാരണം അവർക്ക് 5 വയസ്സ്, പിന്നെ 1 വർഷം ഉറങ്ങിപ്പോയി, അവർ അത് അറിഞ്ഞില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഗോകുലത്തിൽ പോയിട്ട് പറയുന്നതെല്ലാം ആ 5 വയസ്സിൻ്റെ നിലയിലുള്ളതാണ് പറയുന്നത്. പക്ഷേ പറഞ്ഞ സംഭവങ്ങളെല്ലാം വയസ്സെത്രയായിട്ടുണ്ട്? 6 എത്തിയിട്ടുണ്ട്. ആ ഒരു സംശയമാണ് ആര് ചോദിച്ചിരുന്നത്? നേരത്തെ രാജാവ് ചോദിച്ചിരുന്നത്. അപ്പം അതിൻ്റെ ഉത്തരമെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയാണ്. ഇനി 60 ചങ്ങാതികൾക്കൊത്തുള്ള കൃഷ്ണൻ്റെ ലീലകളും അസുരാദികളെ വധിച്ചത്. പല അസുരന്മാരെ വധിച്ചിട്ടുണ്ട്. പിന്നെ പുൽത്തകടിയിലിരുന്നിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതും വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തതും ബ്രഹ്മാവിൻ്റെ സ്തുതിയും, ഇതെല്ലാം കേൾക്കുകയും ചൊല്ലുകയും ചെയ്യുന്ന മനുഷ്യരുടെ സമസ്ത പുരുഷാർത്ഥങ്ങളും, അവർക്ക് ആ മനുഷ്യർക്ക് സമസ്ത പുരുഷാർത്ഥങ്ങളും സാധിക്കുന്നു എന്ന് പറയുക. എൻ്റെ 61 ഈ വിധം കൃഷ്ണനും രാമനും ഒളിച്ചു കളിച്ചും പിന്നെയോ അണകെട്ടിക്കളിച്ചും വാനരന്മാരെ അനുകരിച്ചുകൊണ്ടും മുതലായ കളികളെല്ലാം, ആ കുട്ടിക്കാലത്തിന് യോജിച്ച കളികളെല്ലാം കളിച്ചുകൊണ്ട് ഗോകുലത്തിൽ അവരുടെ കൗമാരപ്രായം പിന്നിട്ടു.